നമസ്കാരം, പി എസ് സി ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഈ വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കളും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി നമ്മുടെ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ വിജയം. അപ്പൊ നമുക്ക് സമയം കളയേണ്ട ക്ലാസ്സിലേക്ക് പോവാം. ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് സുഹൃത്തുക്കൾ. ഈ ക്വസ്റ്റ്യൻസ് പഠിക്കാൻ ശ്രമിക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒത്തിരി ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ റെഫർ ചെയ്തുണ്ടാക്കിയതാണ്. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് നിന്ന് ഒത്തിരി ചോദ്യങ്ങൾ സുഹൃത്തുക്കൾ പ്രതീക്ഷിക്കാം. നമുക്ക് സമയം കളയേണ്ട ക്ലാസ്സിലേക്ക് പോകാം. ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ആമുഖത്തെയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ആമുഖത്തെയാണ്. GSTയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഭരണഘടനാ ഭേദഗതി 101 ഭരണഘടനാ ഭേദഗതി. GSTയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഭരണഘടനാ ഭേദഗതി അല്ലെങ്കിൽ അമെന്റ്മെന്റ് എന്ന് ചോദിച്ചാൽ അത് 101 അമെന്റ്മെന്റ് ആണ്. പൗരത്വത്തെ സംബന്ധിച്ച കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ അധികാരമുള്ള ഭരണഘടനാ സ്ഥാപനം പാർലമെന്റ് ആണ്. പഠിച്ചോളനെ, പൗരത്വത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം ആർക്കെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അധികാരമുള്ള ഭരണഘടനാ സ്ഥാപനം എന്ന് ചോദിച്ചാൽ അത് പാർലമെന്റ് ആണ്. ആധുനിക മനു എന്നറിയപ്പെടുന്നത് ഡോക്ടർ BR അംബേദ്കർ ആണ്. ആധുനിക മനു എന്നറിയപ്പെടുന്നത് ഡോക്ടർ BR അംബേദ്കർ ആണ്. മാപ്പ് നൽകുന്നതിന് പ്രസിഡന്റിന്റെ അധികാരത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന അനുച്ഛേദം ആർട്ടിക്കിൾ 72 ആണ്. അനുച്ഛേദം 72 ആണ്. മാപ്പ് നൽകുന്നതിന് പ്രസിഡന്റിന്റെ അധികാരത്തെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന ഭരണഘടന അനുച്ഛേദം ചോദിച്ചാൽ 72 അനുച്ഛേദമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് മൗലിക അവകാശങ്ങളാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് മൗലിക അവകാശങ്ങളാണ്. ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടന അംഗീകരിച്ച തീയതി ചോദിച്ചു കഴിഞ്ഞാൽ അത് 1949 നവംബർ മാസം 26 ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടന അംഗീകരിച്ച തീയതി ചോദിച്ചു കഴിഞ്ഞാൽ അത് 1949 നവംബർ മാസം 26 ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുന്ന ആർട്ടിക്കിൾ ഏത് മുതൽ ഏതുവരെയാണെന്ന് ചോദിച്ചാൽ അത് 12 മുതൽ 35 വരെയാണ്. പഠിച്ചോളനെ, ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ 12ാമത്തെ ആർട്ടിക്കിൾ മുതൽ 35ാമത്തെ ആർട്ടിക്കിൾ വരെയാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ആമുഖത്തെയാണ്. GSTയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഭരണഘടന ഭേദഗതി അല്ലെങ്കിൽ അമെന്റ്മെന്റ് ചോദിച്ചാൽ അത് 101 അമെന്റ്മെന്റ് ആണ്. പൗരത്വത്തെ സംബന്ധിച്ച കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ അധികാരമുള്ള ഭരണഘടനാ സ്ഥാപനം പാർലമെന്റ് ആണ്. ആധുനിക മനു എന്നറിയപ്പെടുന്നത് ഡോക്ടർ BR അംബേദ്കർ ആണ്. മാപ്പ് നൽകുന്നതിന് പ്രസിഡന്റിന്റെ അധികാരത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം 72 ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് മൗലിക അവകാശങ്ങളാണ്. ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടന അംഗീകരിച്ച തീയതി ചോദിച്ചാൽ 1949 നവംബർ മാസം 26 ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുന്ന ആർട്ടിക്കിൾ എത്ര മുതൽ എത്ര വരെയാണെന്ന് ചോദിച്ചാൽ 12 മുതൽ 35 വരെയാണ്. ഉപരാഷ്ട്രപതിയെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 63. ഉപരാഷ്ട്രപതിയെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 63 ആണ്. ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്താൽ എത്ര മണിക്കൂറിനകം കോടതിയിൽ ഹാജരാക്കണം? 24 മണിക്കൂറിനകം. ഒരാളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തു കഴിഞ്ഞാൽ എത്ര മണിക്കൂറിനുള്ളിൽ കോടതിയിൽ ഹാജരാക്കണമെന്ന് ചോദിച്ചാൽ 24 മണിക്കൂറിനകം. ഭരണഘടനയുടെ ആമുഖം എത്ര തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട്? ഒരൊറ്റ തവണ മാത്രമേ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്തിട്ടുള്ളൂ. ഭരണഘടനയുടെ ആമുഖം എത്ര തവണ ഭേദഗതി ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ഒരു തവണ മാത്രം. ഭരണഘടനാ നിർമ്മാണ സഭയിൽ മൗലിക അവകാശ കമ്മിറ്റിയുടെ തലവൻ സർദാർ വല്ലഭായ് പട്ടേൽ. ഭരണഘടനാ നിർമ്മാണ സഭയിലെ മൗലിക അവകാശ കമ്മിറ്റിയുടെ തലവനായിരുന്നു ചോദിച്ചാൽ അത് സർദാർ വല്ലഭായ് പട്ടേൽ ആണ്. വിവരാവകാശ കമ്മീഷൻ രൂപീകൃതമാകാൻ കാരണമായ പ്രസ്ഥാനം മസ്തൂർ കിസാൻ ശക്തി സംഘാതൻ. വിവരാവകാശ നിയമം രൂപീകൃതമാകാൻ കാരണമായ പ്രസ്ഥാനം മസ്തൂർ കിസാൻ ശക്തി സംഘാതനാണ്. സംസ്ഥാന ഗവർണറെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം 153. സംസ്ഥാന ഗവർണറെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 153 ആണ്. ഇന്ത്യൻ ഗവൺമെന്റ് ആവശ്യമായ നിയമ ഉപദേശം നൽകുന്നത് അറ്റോർണി ജനറൽ ആണ്. ഇന്ത്യൻ ഗവൺമെന്റിന് ആവശ്യമായ നിയമ ഉപദേശം നൽകുന്നത് അറ്റോർണി ജനറൽ ആണ്. ഒന്നുകൂടി പറയാം, ഉപരാഷ്ട്രപതിയെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 63 ആണ്. ഒരാളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തു കഴിഞ്ഞാൽ എത്ര മണിക്കൂറിനകം കോടതിയിൽ ഹാജരാക്കണമെന്ന് ചോദിച്ചാൽ അത് 24 മണിക്കൂറിനകം. ഭരണഘടനയുടെ ആമുഖം എത്ര തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ ഒരു തവണ. ഭരണഘടനാ നിർമ്മാണ സഭയിൽ മൗലിക അവകാശ കമ്മിറ്റിയുടെ തലവൻ സർദാർ വല്ലഭായ് പട്ടേലാണ്. വിവരാവകാശ കമ്മീഷൻ രൂപീകൃതമാകാൻ കാരണമായ പ്രസ്ഥാനം മസ്തൂർ കിസാൻ ശക്തി സംഘാതനാണ്. സംസ്ഥാന ഗവർണറെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം 153 ആണ്. ഇന്ത്യ ഗവൺമെന്റ് ആവശ്യമായ നിയമ ഉപദേശം നൽകുന്നത് അറ്റോർണി ജനറൽ ആണ്. ഇന്ത്യൻ ഗവൺമെന്റിന് ആവശ്യമായിട്ടുള്ള നിയമ ഉപദേശം നൽകുന്നത് അറ്റോർണി ജനറൽ ആണ്.
സംസ്ഥാനങ്ങളിൽ അടിയന്തരാവസ്ഥയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 356. സംസ്ഥാനങ്ങളിലെ അടിയന്തരാവസ്ഥയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 356 ആണ്. ഭരണഘടനയുടെ എത്രാമത്തെ ഷെഡ്യൂളിലാണ് ഭാഷകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? 8ാം ഷെഡ്യൂളിലാണ്. ഭരണഘടനയുടെ എത്രാമത്തെ ഷെഡ്യൂളിലാണ് ഭാഷകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് 8ാമത്തെ ഷെഡ്യൂളിലാണ്. തിരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം പോളിംഗ് ബൂത്തിന്റെ പൂർണ്ണ നിയന്ത്രണമുള്ള ഉദ്യോഗസ്ഥനാണ് പ്രിസൈഡിംഗ് ഓഫീസർ. തിരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം പോളിംഗ് ബൂത്തിന്റെ പൂർണ്ണ നിയന്ത്രണമുള്ള ഉദ്യോഗസ്ഥൻ ആര് എന്ന് ചോദിച്ചാൽ അത് പ്രിസൈഡിംഗ് ഓഫീസർ ആണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരായിരുന്നു ചോദിച്ചാൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം ഏത് ആർട്ടിക്കിൾ? ആർട്ടിക്കിൾ 32 ആണ്. റിറ്റ്സ് എന്നറിയപ്പെടൂലേ, അതാണ് കേട്ടോ സുഹൃത്തുക്കളെ. ഭരണഘടനാപരമായിട്ടുള്ള പ്രതിവിധിക്കുള്ള അവകാശം ഏത് ആർട്ടിക്കിൾ ആണെന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 32 ആണ്. ഇന്ത്യൻ ഭരണഘടനയിലെ റിട്ടുകളുടെ എണ്ണം 5 ആണ്. ഇന്ത്യൻ ഭരണഘടനയിലെ റിട്ടുകളുടെ എണ്ണം 5 ആണ്. കുട്ടികളുടെ അവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് 2010 ഏപ്രിൽ മാസം 1-ാം തീയതി. കുട്ടികളുടെ അവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് 2010 ഏപ്രിൽ മാസം 1-ാം തീയതിയാണ്. ഒന്നുകൂടി പറയാം. സംസ്ഥാനങ്ങളിൽ അടിയന്തരാവസ്ഥയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 356. ഭരണഘടനയുടെ എത്രാമത്തെ ഷെഡ്യൂളിലാണ് ഭാഷകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ 8ാമത്തെ ഷെഡ്യൂളിൽ. തിരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം പോളിംഗ് ബൂത്തിന്റെ പൂർണ്ണ നിയന്ത്രണമുള്ള ഉദ്യോഗസ്ഥൻ ആര് എന്ന് ചോദിച്ചാൽ അത് പ്രിസൈഡിംഗ് ഓഫീസർ ആണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരായിരുന്നു ചോദിച്ചാൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം ഏത് ആർട്ടിക്കിളിലാണെന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 32 ആണ്. ഇതിനെ നമ്മൾ റിട്ട് എന്ന് പറയുന്നു. ഇന്ത്യൻ ഭരണഘടനയിൽ റിട്ടുകളുടെ എണ്ണം 5 ആണ്. കുട്ടികളുടെ അവകാശ നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം 2010 ഏപ്രിൽ 1 ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്നറിയപ്പെടുന്നത് ആർട്ടിക്കിൾ 32 ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്നറിയപ്പെടുന്നത് ആർട്ടിക്കിൾ 32 ആണ്. വിദ്യാഭ്യാസം ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു? കൺകറന്റ് ലിസ്റ്റിൽ. വിദ്യാഭ്യാസം ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ അത് കൺകറന്റ് ലിസ്റ്റിലാണ്. ക്ഷേമരാഷ്ട്ര സങ്കല്പത്തെ കുറിച്ച് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് സൂചിപ്പിച്ചിരിക്കുന്നത്? നിർദ്ദേശക തത്വങ്ങളിലെ. ക്ഷേമരാഷ്ട്ര സങ്കല്പത്തെ കുറിച്ച് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് സൂചിപ്പിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിർദ്ദേശക തത്വങ്ങളിലാണ്. പ്രായപൂർത്തി വോട്ടവകാശം ലഭിക്കുന്നതിനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം 18 വയസ്സാണ്. പ്രായപൂർത്തി വോട്ടവകാശം ലഭിക്കുവാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം 18 വയസ്സാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം 2 ആണ്. ഇന്ത്യൻ ഭരണഘടനയില് പൗരത്വത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം 2 ആണ്. ഇന്ത്യൻ വോട്ടിംഗ് പ്രായം 18 വയസ്സായി കുറച്ച ഭരണഘടനാ ഭേദഗതി 61-ാം ഭരണഘടനാ ഭേദഗതി ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ത്യൻ വോട്ടിംഗ് പ്രായം 18 വയസ്സായി കുറച്ച ഭരണഘടനാ ഭേദഗതി 61-ാം ഭരണഘടനാ ഭേദഗതി. സാമൂഹ്യ നീതിയെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 15 ആണ്. സാമൂഹ്യ നീതിയെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 15 ആണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്നറിയപ്പെടുന്നത് ആർട്ടിക്കിൾ 32 ആണ്. വിദ്യാഭ്യാസം ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു ചോദിച്ചാൽ കൺകറന്റ് ലിസ്റ്റില്. ക്ഷേമരാഷ്ട്ര സങ്കല്പത്തെ കുറിച്ച് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് സൂചിപ്പിക്കുന്നത് ചോദിച്ചാൽ നിർദ്ദേശക തത്വങ്ങളില്. പ്രായപൂർത്തി വോട്ടവകാശം ലഭിക്കുവാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം ചോദിച്ചാൽ അത് 18 വയസ്സ്. ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വത്തെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന ഭാഗം 2 ആണ്. ഇന്ത്യയിൽ വോട്ടിംഗ് പ്രായം 18 വയസ്സായി കുറച്ച ഭരണഘടനാ ഭേദഗതി 61-ാം ഭരണഘടനാ ഭേദഗതി. സാമൂഹ്യ നീതിയെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 18 ആണ്. പഠിക്കുക. ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന പൗരത്വം ചോദിച്ചാൽ അത് ഏക പൗരത്വമാണ്. ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന പൗരത്വം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏക പൗരത്വമാണ്. മൗലിക അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് പ്രതിപാദിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഭാഗം 3-ലാണ്. മൗലിക അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് പ്രതിപാദിച്ചിരിക്കുന്നത് ചോദിച്ചാൽ ഭാഗം 3-ലാണ്. ഏതു പട്ടികയിലാണ് പഞ്ചായത്ത് രാജിന്റെ പ്രവർത്തന ചുമതലകൾ എന്നിവ പ്രതിപാദിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് 11-ാമത്തെ പട്ടികയിലാണ്. ഏത് പട്ടികയിലാണ് പഞ്ചായത്ത് രാജിന്റെ പ്രവർത്തനവും ചുമതലകൾ എന്നിവയെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത് ചോദിച്ചാൽ 11-ാം പട്ടികയിലാണ്. ഇന്ത്യയിൽ ആദ്യമായി രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം പഞ്ചാബാണ്. പഠിച്ചോളെ, ഇന്ത്യയിൽ ആദ്യമായിട്ട് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം പഞ്ചാബാണ്. സ്വാതന്ത്ര്യത്തിന്റെ വിളക്കുകൾ എന്നറിയപ്പെടുന്നത് മൗലിക അവകാശങ്ങളാണ്. പഠിച്ചോളെ സുഹൃത്തുക്കളെ, സ്വാതന്ത്ര്യത്തിന്റെ വിളക്കുകൾ എന്നറിയപ്പെടുന്നത് മൗലിക അവകാശങ്ങളാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ഡോക്ടർ BR അംബേദ്കർ ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ഡോക്ടർ BR അംബേദ്കർ ആണ്. ഇന്ത്യൻ ഭരണഘടനയിൽ എത്ര മൗലിക അവകാശങ്ങൾ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 6 മൗലിക അവകാശങ്ങളുണ്ട്. ഇന്ത്യൻ ഭരണഘടനയിലെ എത്ര മൗലിക അവകാശങ്ങളുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 6
മൗലിക അവകാശങ്ങളുണ്ട്. സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളിൽ നിന്നും എടുത്തുമാറ്റിയ ഭരണഘടനാ ഭേദഗതി 44ാം ഭരണഘടനാ ഭേദഗതി. സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളിൽ നിന്നും എടുത്തുമാറ്റിയ ഭരണഘടനാ ഭേദഗതി ചോദിച്ചാൽ 44ാം ഭരണഘടനാ ഭേദഗതി. ഒന്നുകൂടി പറയാം, ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന പൗരത്വം, ഏക പൗരത്വം, മൗലിക അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് പ്രതിപാദിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഭാഗം 3ലാണ്. ഏത് പട്ടികയിലാണ് പഞ്ചായത്ത് രാജിന്റെ പ്രവർത്തനവും ചുമതലകളും പ്രതിപാദിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് 11ാം പട്ടികയിൽ. ഇന്ത്യയിൽ ആദ്യമായി രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം പഞ്ചാബാണ്. സ്വാതന്ത്ര്യത്തിന്റെ വിളക്കുകൾ എന്നറിയപ്പെടുന്നത് മൗലിക അവകാശങ്ങൾ. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ഡോക്ടർ BR അംബേദ്കർ ആണ്. ഇന്ത്യൻ ഭരണഘടനയിൽ എത്ര മൗലിക അവകാശങ്ങളുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 6ആണ്. സ്വത്തവകാശത്തെ മൗലിക അവകാശത്തിൽ നിന്നും എടുത്തുമാറ്റിയ ഭരണഘടനാ ഭേദഗതി 44ാം ഭരണഘടനാ ഭേദഗതി പഠിക്കുക. നിയമസമത്വം ഏത് ആർട്ടിക്കിൾ ആണ്? ആർട്ടിക്കിൾ 14. നിയമസമത്വം ഏത് ആർട്ടിക്കിൾ ആണെന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 14ആണ്. തൊട്ടുകൂടായ്മ നിരോധന നിയമം നിലവിൽ വന്ന വർഷം 1955. തൊട്ടുകൂടായ്മ നിരോധന നിയമം നിലവിൽ വന്ന വർഷം 1955 ആണ്. മൗലിക അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്നത് അമേരിക്കയിൽ നിന്നും. മൗലിക അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്നത് അമേരിക്കയിൽ നിന്നും. ഏക പൗരത്വം എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നും. ഏക പൗരത്വം എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നും. ഇന്ത്യൻ ഭരണഘടനയുടെ ഹിന്ദി പതിപ്പ് തയ്യാറാക്കിയത് വസന്തകൃഷ്ണ വൈദ്യയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഹിന്ദി പതിപ്പ് തയ്യാറാക്കിയത് വസന്തകൃഷ്ണ വൈദ്യയാണ്. ഒരു ബില്ല് ധനബില്ലാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ലോക്സഭാ സ്പീക്കറാണ്. ഒരു ബില്ല് ധനബില്ലാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ലോക്സഭാ സ്പീക്കറാണ്. തൊട്ടുകൂടായ്മ നിരോധന നിയമത്തിന്റെ പുതിയ പേരെന്താ സുഹൃത്തുക്കളെ? പ്രൊട്ടക്ഷൻ ഓഫ് ദ സിവിൽ റൈറ്റ് ആക്ട് എന്നാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. നിയമസമത്വം ഏത് ആർട്ടിക്കിൾ ആണെന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 14ആണ്. തൊട്ടുകൂടായ്മ നിരോധന നിയമം നിലവിൽ വന്ന വർഷം 1955. മൗലിക അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്നത് അമേരിക്കയിൽ നിന്നും. ഏക പൗരത്വം എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നും. ഇന്ത്യൻ ഭരണഘടനയുടെ ഹിന്ദി പതിപ്പ് തയ്യാറാക്കിയ വസന്തകൃഷ്ണ വൈദ്യയാണ്. ഒരു ബില്ല് ധനബില്ലാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ലോക്സഭാ സ്പീക്കർ. തൊട്ടുകൂടായ്മ നിരോധന നിയമത്തിന്റെ പുതിയ പേര് പ്രൊട്ടക്ഷൻ ഓഫ് ദ സിവിൽ റൈറ്റ് ആക്ട് ആണ്. അസ്പർശത നിരോധന നിയമം വ്യവസ്ഥ ചെയ്യുന്ന ആർട്ടിക്കിൾ 17ആണ്. അസ്പർശത നിരോധന നിയമം വ്യവസ്ഥ ചെയ്യുന്ന ആർട്ടിക്കിൾ 17ആണ്. വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കിയ ഭരണഘടനാ ഭേദഗതി 86ാം ഭരണഘടനാ ഭേദഗതി. വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി 86ാം ഭരണഘടനാ ഭേദഗതി. നോട്ട ആദ്യമായി നടപ്പിലാക്കിയ രാജ്യം ഫ്രാൻസ് ആണ്. നോട്ട ആദ്യമായി നടപ്പിലാക്കിയ രാജ്യം ഏതാണ്? ഫ്രാൻസ് ആണ്. ഇന്ത്യയിൽ ആദ്യമായി വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പ് നടത്തിയ സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പ് നടത്തിയ സംസ്ഥാനം കേരളമാണ്. അഖിലേന്ത്യാ സർവീസിലേക്ക് ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. അഖിലേന്ത്യാ സർവീസിലേക്ക് ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ ഷെഡ്യൂളുകളുടെ എണ്ണം 12 ആണ്. ഇന്ത്യൻ ഭരണഘടനയിലെ ഷെഡ്യൂളുകളുടെ എണ്ണം 12 ആണ്. ലോകസഭയിലും രാജ്യസഭയിലും അംഗമാകാതെ എത്ര കാലം കേന്ദ്രമന്ത്രിയായി തുടരാം? 6 മാസം. ലോകസഭയിലും രാജ്യസഭയിലും അംഗമാകാതെ എത്ര കാലം ഒരു വ്യക്തിക്ക് കേന്ദ്രമന്ത്രിയായി തുടരാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 6 മാസം. ഭരണഘടനാ നിർമ്മാണ സമിതി നിലവിൽ വന്ന വർഷം 1946. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, അസ്പൃശ്യതാ നിരോധന നിയമം വ്യവസ്ഥ ചെയ്യുന്ന ആർട്ടിക്കിൾ 17ആണ്. വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി 86. നോട്ട് ആദ്യമായി നടപ്പിലാക്കിയ രാജ്യം ഫ്രാൻസ് ആണ്. ഇന്ത്യയിൽ ആദ്യമായി വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പ് നടത്തിയ സംസ്ഥാനം കേരളമാണ്. അഖിലേന്ത്യാ സർവീസിലേക്ക് ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ ഷെഡ്യൂളുകളുടെ എണ്ണം 12 ആണ്. ലോകസഭയിലും രാജ്യസഭയിലും അംഗമാകാതെ എത്ര കാലം ഒരാൾക്ക് കേന്ദ്രമന്ത്രിയായി തുടരാമെന്ന് ചോദിച്ചാൽ 6 മാസം. ഭരണഘടനാ നിർമ്മാണ സമിതി നിലവിൽ വന്ന വർഷം 1946 ആണ്. മദ്യനിരോധന വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടന അനുച്ഛേദം 47 ആണ്. പഠിച്ചോളനെ, ഇമ്പോർട്ടന്റ് ആണ്. മദ്യനിരോധന വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടന അനുച്ഛേദം 47 ആണ്. സുപ്രീം കോടതിയിലെ ഔദ്യോഗിക ഭാഷ ഇംഗ്ലീഷ്. സുപ്രീം കോടതിയിലെ ഔദ്യോഗിക ഭാഷ ഏതാണ്? ഇംഗ്ലീഷ് ആണ്. ഇന്ത്യൻ പ്രസിഡന്റായി മത്സരിക്കുവാനുള്ള കുറഞ്ഞ പ്രായം 35 ആണ്. കേരളത്തിൽ എത്ര ലോക്സഭാ മണ്ഡലങ്ങളുണ്ട്? 20. കേരളത്തിൽ എത്ര ലോക്സഭാ മണ്ഡലങ്ങളുണ്ട്? 20. മൗലിക അവകാശങ്ങളെ കുറിച്ച് പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം കറാച്ചി സമ്മേളനം. മൗലിക അവകാശങ്ങളെ കുറിച്ച്
പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം കറാച്ചി സമ്മേളനം. ഒരു വ്യക്തി അയാൾക്ക് അർഹതയില്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിനെതിരെ തടയുന്ന റിട്ടാണ് കോ വാറന്റോ റിട്ട്. ഒരു വ്യക്തി അയാൾക്ക് അർഹതമില്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിനെതിരെ തടയുന്ന റിട്ടാണ് കോ വാറന്റോ റിട്ട്. രാജ്യസഭയിലോ ലോകസഭയിലോ കോറം തികയാൻ എത്ര പേർ ഹാജരാകണമെന്ന് ചോദിച്ചാൽ 10ൽ 1 പേര്. രാജ്യസഭയിലോ ലോകസഭയിലോ കോറം തികയാനായിട്ട് എത്ര പേർ ഹാജരാകണമെന്ന് ചോദിച്ചാൽ 10ൽ 1 പേരെ. പാർലമെന്റുകളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ബ്രിട്ടീഷ് പാർലമെന്റ്. പാർലമെന്റുകളുടെ മാതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ബ്രിട്ടീഷ് പാർലമെന്റിനെയാണ്. മാർഗനിർദ്ദേശ തത്വങ്ങൾ കടം കൊണ്ടിരിക്കുന്നത് അയർലൻഡിൽ നിന്നും. മാർഗനിർദ്ദേശ തത്വങ്ങൾ കടമെടുത്തിരിക്കുന്നത് അയർലൻഡിൽ നിന്നും. രാജ്യസഭ അധ്യക്ഷൻ ആരാണ്? ഉപരാഷ്ട്രപതി. രാജ്യസഭ അധ്യക്ഷൻ ആരാണ്? ഉപരാഷ്ട്രപതി. ലോകസഭയിലെ 2 സമ്മേളനങ്ങൾക്കിടയിലുള്ള പരമാവധി കാലാവധി 6 മാസം. ലോകസഭയിലെ 2 സമ്മേളനങ്ങൾക്കിടയിലുള്ള പരമാവധി കാലാവധി 6 മാസമാണ്. ഇന്ത്യയിൽ സ്ത്രീകൾക്ക് വോട്ടവകാശം ലഭിച്ച വർഷം 1947. ഇന്ത്യയില് സ്ത്രീകൾക്ക് വോട്ടവകാശം ലഭിച്ച വർഷം 1947. ഭാരതത്തിന്റെ വിദേശകാര്യ വകുപ്പ് കെട്ടിപ്പടുക്കുന്നതിന് പങ്കുവഹിച്ച മലയാളി KPS മേനോനാണ്. ഭാരതത്തിലെ വിദേശകാര്യ വകുപ്പ് കെട്ടിപ്പടുക്കുന്നതിന് പങ്കുവഹിച്ച മലയാളി KPS മേനോനാണ്. ഇന്ത്യയിൽ നിലവിലുള്ള ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം 22. ഇന്ത്യയിൽ നിലവിലുള്ള ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം 22 മൗലിക അവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്നത് ആർട്ടിക്കിൾ 32. മൗലിക അവകാശങ്ങളിൽ തന്നെ മൗലികമായത് എന്നറിയപ്പെടുന്നത് ആർട്ടിക്കിൾ 32 ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ. പാർലമെന്റുകളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ബ്രിട്ടീഷ് പാർലമെന്റ്. മാർഗനിർദ്ദേശ തത്വങ്ങൾ കടംകൊണ്ടിരിക്കുന്നത് അയർലൻഡിൽ നിന്നും. രാജ്യസഭ അധ്യക്ഷനാരാന്ന് ചോദിച്ചാൽ അത് ഉപരാഷ്ട്രപതി. ലോകസഭയിലെ 2 സമ്മേളനങ്ങൾക്കിടയിലുള്ള പരമാവധി കാലാവധി 6 മാസം. ഇന്ത്യയിൽ സ്ത്രീകൾക്ക് വോട്ടവകാശം ലഭിച്ച വർഷം 1947. ഭാരതത്തിന്റെ വിദേശകാര്യ വകുപ്പും കെട്ടിപ്പടുക്കുന്നതിന് പങ്കുവഹിച്ച മലയാളി KPS മേനോൻ. ഇന്ത്യയിൽ നിലവിലുള്ള ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം 22. മൗലിക അവകാശങ്ങളിൽ മൗലികമായതെന്നറിയപ്പെടുന്നത് ആർട്ടിക്കിൾ 37. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഇന്ത്യ. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഇന്ത്യയാണ്. ആണവോർജം എന്ന വിഷയം ഉൾപ്പെടുന്ന ലിസ്റ്റ് യൂണിയൻ ലിസ്റ്റ് ആണ്. പഠിച്ചോളുക. ആണവോർജം എന്ന വിഷയം ഉൾപ്പെടുന്ന ലിസ്റ്റ് യൂണിയൻ ലിസ്റ്റ് ആണ്. പാർലമെന്റിന്റെ ഉപരിമണ്ഡലം എന്നറിയപ്പെടുന്നത് രാജ്യസഭ. പാർലമെന്റിന്റെ ഉപരിമണ്ഡലം എന്നറിയപ്പെടുന്നത് രാജ്യസഭ. ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാനുള്ള കുറഞ്ഞ പ്രായം 25 വയസ്സ്. ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാനായിട്ടുള്ള കുറഞ്ഞ പ്രായപരിധി 25 വയസ്സ്. ആരുടെ ചരമദിനമാണ് ഭീകരപ്രവർത്തന വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്? രാജീവ് ഗാന്ധിയുടെ. ആരുടെ ചരമദിനമാണ് ഭീകരപ്രവർത്തന വിരുദ്ധ ദിനമായി ആചരിക്കുന്നത് ചോദിച്ചാൽ രാജീവ് ഗാന്ധിയുടെ. ലോകസഭ സ്പീക്കർ രാജിക്കത്ത് സമർപ്പിക്കേണ്ടത് ഡെപ്യൂട്ടി സ്പീക്കർക്കാണ്. ലോകസഭാ സ്പീക്കർ രാജിക്കത്ത് സമർപ്പിക്കേണ്ടത് ആർക്കാണ്? ഡെപ്യൂട്ടി സ്പീക്കർക്കാണ്. ലോകായുക്ത റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ഗവർണർക്കാണ്. ലോകായുക്ത റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് ഗവർണർക്കാണ്. ഇന്ത്യയുടെ പ്രഥമ പൗരൻ എന്നറിയപ്പെടുന്നത് രാഷ്ട്രപതി. ഇന്ത്യയുടെ പ്രഥമ പൗരൻ എന്നറിയപ്പെടുന്നത് രാഷ്ട്രപതിയാണ്. ആദായ നികുതി വകുപ്പ് നൽകുന്ന തിരിച്ചറിയൽ കാർഡാണ് പാൻ കാർഡ്. ആദായ നികുതി വകുപ്പ് നൽകുന്ന തിരിച്ചറിയൽ കാർഡാണ് പാൻ കാർഡ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ. ലോകത്തിൽ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഇന്ത്യ. ആണവോർജം എന്ന വിഷയം ഉൾപ്പെടുന്ന ലിസ്റ്റ് യൂണിയൻ ലിസ്റ്റ് ആണ്. പാർലമെന്റിന്റെ ഉപരിമണ്ഡലം എന്നറിയപ്പെടുന്നത് രാജ്യസഭ. പ്രധാനമന്ത്രിയാകാനുള്ള കുറഞ്ഞ പ്രായം 25 വയസ്സ്. ആരുടെ ചരമദിനമാണ് ഭീകരപ്രവർത്തന വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്? രാജീവ് ഗാന്ധിയുടെ. ലോകസഭാ സ്പീക്കർ രാജിക്കത്ത് സമർപ്പിക്കുന്നത് ഡെപ്യൂട്ടി സ്പീക്കർക്ക്. ലോകായുക്ത റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ഗവർണർക്കാണ്. ഇന്ത്യയുടെ പ്രഥമ പൗരൻ എന്നറിയപ്പെടുന്നത് രാഷ്ട്രപതിയാണ്. ആദായ നികുതി വകുപ്പ് നൽകുന്ന തിരിച്ചറിയൽ കാർഡ് പാൻ കാർഡ്. ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആർട്ടിക്കിൾ 324 ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആർട്ടിക്കിൾ എത്ര സുഹൃത്തുക്കളെ? 324 ഇന്ത്യയിൽ ഇലക്ഷൻ കമ്മീഷനെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഇന്ത്യയിൽ ഇലക്ഷൻ കമ്മീഷനെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഭരണഘടന ഭേദഗതിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് എന്ന് ചോദിച്ചാൽ അത് ആർട്ടിക്കിൾ 368 ഭരണഘടന ഭേദഗതിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് 368 മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവിനെ റിട്ട് എന്നറിയപ്പെടുന്നു. മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവിനെ റിട്ട് എന്നറിയപ്പെടുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു. റിപ്പബ്ലിക് എന്ന ആശയം ഭരണഘടന കടമെടുത്തിരിക്കുന്നത് ഫ്രാൻസിൽ നിന്നും. റിപ്പബ്ലിക് എന്നുള്ള ആശയം ഭരണഘടന കടമെടുത്തിരിക്കുന്നത് ഫ്രാൻസിൽ നിന്നുമാണ്. അടിയന്തരാവസ്ഥ എന്ന ആശയം ഭരണഘടന കടമെടുത്തിരിക്കുന്നത് ജർമ്മനിയിൽ നിന്നും. അടിയന്തരാവസ്ഥ എന്ന ആശയം
ഭരണഘടന കടമെടുത്തിരിക്കുന്നത് ജർമ്മനിയിൽ നിന്നും. ഒരാൾക്ക് എത്ര തവണ ഇന്ത്യൻ പ്രസിഡന്റ് ആവാൻ പറ്റും? പരിധിയില്ലാതെ പറ്റുന്നു. മറക്കല്ലേ, ഒരാൾക്ക് എത്ര തവണ ഇന്ത്യൻ പ്രസിഡന്റ് ആവാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അതിന് പരിധിയില്ല. പഠിക്കുക. ഇന്ത്യൻ രാഷ്ട്രപതിയെ പദവിയിൽ നിന്നും നീക്കം ചെയ്യുന്ന സംവിധാനമാണ് ഇംപീച്ച്മെന്റ്. ഇന്ത്യൻ രാഷ്ട്രപതിയെ ആ പദവിയിൽ നിന്നും നീക്കം ചെയ്യുന്ന സംവിധാനമാണ് ഇംപീച്ച്മെന്റ്. പാർലമെന്റ് എന്നാൽ ആരൊക്കെ ചേർന്നതാണെന്ന് ചോദിച്ചാൽ ലോകസഭയും രാജ്യസഭയും രാഷ്ട്രപതിയും ചേർന്നതാണ് പാർലമെന്റ്. പാർലമെന്റ് എന്ന് പറഞ്ഞാല് ലോകസഭയും രാജ്യസഭയും രാഷ്ട്രപതിയും ചേർന്നതാണ്. ഇന്ത്യയിൽ ഒരു പുതിയ സംസ്ഥാനം രൂപീകരിക്കാനുള്ള അവകാശം ആരിൽ നിക്ഷിപ്തമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പാർലമെന്റിൽ നിക്ഷിപ്തമാണ്. പഠിക്കുക. ഇന്ത്യയിൽ ഒരു പുതിയ സംസ്ഥാനം രൂപീകരിക്കുവാനുള്ള അവകാശം ആരിൽ നിക്ഷിപ്തമാണ് എന്ന് ചോദിച്ചാൽ അത് പാർലമെന്റിലാണ്. സ്ത്രീധന നിരോധന നിയമം നിലവിൽ വന്ന വർഷം 1961. സ്ത്രീധന നിരോധന നിയമം നിലവിൽ വന്ന വർഷം 1961. ഇന്ത്യ റിപ്പബ്ലിക് ആയത് 1950 ജനുവരി മാസം 26-ാം തീയതി. ഇന്ത്യ റിപ്പബ്ലിക് ആയത് 1950 ജനുവരി മാസം 26-ാം തീയതി. മണി ബില്ല് ആദ്യം അവതരിപ്പിക്കുന്നത് ലോകസഭയിലാണ്. മണി ബില്ല് ആദ്യമായി അവതരിപ്പിക്കുന്നത് ലോകസഭയിലാണ്. ലോകസഭയിലെ ആദ്യത്തെ വനിതാ സ്പീക്കർ മീര കുമാർ ആണ്. ലോകസഭയിലെ ആദ്യത്തെ വനിതാ സ്പീക്കർ മീര കുമാർ ആണ്. രാജ്യസഭയുടെ കാലാവധിയില്ല. രാജ്യസഭയുടെ കാലാവധിയില്ല. രാജ്യസഭ അംഗങ്ങളുടെ കാലാവധി 6 വർഷമാണ്. കൺഫ്യൂഷൻ ആവല്ലേ. രാജ്യസഭയുടെ കാലാവധി ചോദിച്ചാൽ രാജ്യസഭയ്ക്ക് കാലാവധിയില്ല. രാജ്യസഭ അംഗങ്ങളുടെ കാലാവധി ചോദിച്ചാൽ അത് 6 വർഷമാണ്. ഒരു ബില്ല് നിയമമാകണമെങ്കിൽ ആര് ഒപ്പുവെക്കണം? രാഷ്ട്രപതി ഒപ്പുവെക്കണം. ഒരു ബില്ല് നിയമമാകണമെങ്കിൽ രാഷ്ട്രപതി ഒപ്പുവെക്കണം. ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 40 ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 40 ഇന്ത്യയിൽ സംസ്ഥാനങ്ങളുടെ കാര്യനിർവഹണ തലവൻ ഗവർണറാണ്. ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ കാര്യനിർവഹണ തലവൻ എന്നറിയപ്പെടുന്നത് ഗവർണറാണ്. ഗവർണറായി നിയമിക്കപ്പെടുവാനുള്ള കുറഞ്ഞ പ്രായപരിധി 35 വയസ്സ്. ഗവർണറായിട്ട് നിയമിക്കപ്പെടാനുള്ള കുറഞ്ഞ പ്രായപരിധി 35 വയസ്സ്. ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ സംസ്ഥാനങ്ങളുടെ ഗവർണർ പദവി വഹിക്കാനാകുമോ? വഹിക്കുവാൻ കഴിയും. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ സംസ്ഥാനങ്ങളുടെ ഗവർണർ പദവി വഹിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ കഴിയും. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. രാജ്യസഭയുടെ കാലാവധിയില്ല രാജ്യസഭയ്ക്ക്. എന്നാൽ രാജ്യസഭ അംഗങ്ങളുടെ കാലാവധി ചോദിച്ചാൽ അത് 6 വർഷമാണ്. ഒരു ബില്ല് നിയമമാകണമെങ്കിൽ അത് ആര് ഒപ്പുവെക്കണമെന്ന് ചോദിച്ചാൽ രാഷ്ട്രപതി ഒപ്പുവെക്കണം. ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 40 ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ കാര്യനിർവഹണ തലവൻ എന്നറിയപ്പെടുന്നത് ഗവർണറാണ്. ഗവർണറായി നിയമിക്കപ്പെടുവാനുള്ള കുറഞ്ഞ പ്രായപരിധി 35 വയസ്സാണ്. ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ സംസ്ഥാനങ്ങളുടെ ഗവർണർ പദവി വഹിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് വഹിക്കുവാൻ കഴിയും. പഠിക്കുക. സ്വത്തവകാശം മൗലിക അവകാശങ്ങളിൽ നിന്നും എടുത്തു കളഞ്ഞ ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഉത്തരം 44-ാം ഭരണഘടനാ ഭേദഗതി. സ്വത്തവകാശം മൗലിക അവകാശങ്ങളിൽ നിന്നും എടുത്തു കളഞ്ഞ ഭരണഘടനാ ഭേദഗതി എന്ന് ചോദിച്ചാൽ അത് 44-ാം ഭരണഘടനാ ഭേദഗതിയാണ്. 44-ാം ഭരണഘടനാ ഭേദഗതി. 44-ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്ന വർഷം 1978. 44-ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്ന വർഷം 1978. സ്വത്തവകാശം മൗലിക അവകാശത്തിൽ നിന്നും നീക്കം ചെയ്ത് ഭരണഘടനാ ഭേദഗതി എന്ന് ചോദിച്ചാൽ അത് 44-ാം ഭരണഘടനാ ഭേദഗതിയാണ്. സ്വത്തവകാശം മൗലിക അവകാശത്തിൽ നിന്നും നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതി എന്ന് ചോദിച്ചാൽ അത് 44-ാം ഭരണഘടനാ ഭേദഗതിയാണ്. സ്വത്തവകാശം ആദ്യകാലങ്ങളിൽ ആർട്ടിക്കിൾ 31-ലായിരുന്നു. പഠിച്ചോളണേ. സ്വത്തവകാശം ആദ്യകാലങ്ങളിൽ ആർട്ടിക്കിൾ 31-ലായിരുന്നു. സ്വത്തവകാശം ഇപ്പോൾ ഏത് ആർട്ടിക്കിളിലാണ്? 300A പഠിച്ചോളണേ. സ്വത്തവകാശം ഇപ്പോൾ ഏത് ആർട്ടിക്കിളിലാണ്? 300A. സ്വത്തവകാശം ഇപ്പോൾ നിയമപരമായ മാത്രം ഒരു അവകാശമാണ്. സ്വത്തവകാശം ഇപ്പോൾ നിയമപരമായ അവകാശം മാത്രമാണ്. സ്വത്തവകാശം ഇപ്പോൾ ഭരണഘടനയുടെ 12-ാം ഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതും ചോദിച്ചിട്ടുണ്ട് PSC. സ്വത്തവകാശം ഇപ്പോൾ ഭരണഘടനയുടെ 12-ാം ഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. 44-ാം ഭരണഘടനാ ഭേദഗതിയെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. 44-ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്ന വർഷം 1978. സ്വത്തവകാശം മൗലിക അവകാശത്തിൽ നിന്നും നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതി എന്നറിയപ്പെടുന്നത് 44-ാം ഭരണഘടനാ ഭേദഗതി. സ്വത്തവകാശം ആദ്യകാലങ്ങളിൽ ആർട്ടിക്കിൾ 31-ലായിരുന്നു. സ്വത്തവകാശം ഇപ്പോൾ ആർട്ടിക്കിൾ 300A. സ്വത്തവകാശം ഇപ്പോൾ നിയമപരമായ അവകാശം മാത്രമാണ്.
സ്വത്തവകാശം ഇപ്പോൾ ഭരണഘടനയുടെ 12ാം ഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പഠിക്കുക. 7ാമത്തെ ചോദ്യം, സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി എന്നറിയപ്പെടുന്നത് ഹൈക്കോടതി. സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി എന്നറിയപ്പെടുന്നത് ഏതാ? ഹൈക്കോടതിയാണ്. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും പരമോന്നത കോടതി എന്നറിയപ്പെടുന്നത് ഹൈക്കോടതി. പഠിച്ചോളെ, സംസ്ഥാനങ്ങളിലെ മാത്രമല്ല കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും പരമോന്നത കോടതി എന്നറിയപ്പെടുന്നത് ഹൈക്കോടതിയാണ്. ഇന്ത്യയിലെ ഹൈക്കോടതികളുടെ എണ്ണം 25. പഠിച്ചോളെ, ഇന്ത്യയിലെ ഹൈക്കോടതികൾ ഇപ്പോഴത്തെ എണ്ണം എത്രയാണ്? 25 ഇന്ത്യയിലെ ആദ്യത്തെ ഹൈക്കോടതി കൊൽക്കത്ത ഹൈക്കോടതി. ഇന്ത്യയിലെ ആദ്യത്തെ ഹൈക്കോടതി കൊൽക്കത്ത ഹൈക്കോടതി. ഏറ്റവും അവസാനമായി രൂപീകരിക്കപ്പെട്ട ഹൈക്കോടതി അമരാവതി ഹൈക്കോടതി. എവിടെയാ? ആന്ധ്രാപ്രദേശ്. ഏറ്റവും അവസാനമായിട്ട് രൂപീകരിക്കപ്പെട്ട ഹൈക്കോടതി ഏതാണ്? അമരാവതി ഹൈക്കോടതിയാണ്. സംസ്ഥാനം ഏതാ? ആന്ധ്രാപ്രദേശാണ്. ഹൈക്കോടതികൾ സ്ഥാപിക്കുന്നതിനായി ബന്ധപ്പെട്ടിരിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 214 ഹൈക്കോടതികൾ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 214 ഹൈക്കോടതി ജഡ്ജിയുടെ നിയമനവും വ്യവസ്ഥകളും വിവരിക്കുന്ന ആർട്ടിക്കിൾ ആണെങ്കിൽ ആർട്ടിക്കിൾ 217 ഇതും PSC ചോദിച്ചിട്ടുള്ളതാണ്. ഹൈക്കോടതി ജഡ്ജിയുടെ നിയമനവും വ്യവസ്ഥകളും വിവരിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 217 ഇനി ഹൈക്കോടതിയുടെ റിട്ട് ആർട്ടിക്കിൾ എന്നറിയപ്പെടുന്നത് 226. ഹൈക്കോടതിയുടെ റിട്ട് ആർട്ടിക്കിൾ എന്നറിയപ്പെടുന്നത് എത്രയാണ്? 226 പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഹൈക്കോടതിയെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും പരമോന്നത കോടതി എന്നറിയപ്പെടുന്നത് ഹൈക്കോടതി. ഇന്ത്യയിലെ ഹൈക്കോടതികളുടെ എണ്ണം 25. ഇന്ത്യയിലെ ആദ്യത്തെ ഹൈക്കോടതി കൊൽക്കത്ത ഹൈക്കോടതി. ഏറ്റവും അവസാനമായി രൂപീകരിക്കപ്പെട്ട ഹൈക്കോടതി അമരാവതി ഹൈക്കോടതി. ഹൈക്കോടതികൾ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ എന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 214 ഹൈക്കോടതി ജഡ്ജിമാരുടെ നിയമന വ്യവസ്ഥകൾ വിവരിക്കുന്ന ആർട്ടിക്കിൾ 217 ഹൈക്കോടതി റിട്ട് ആർട്ടിക്കിൾ എന്നറിയപ്പെടുന്നത് ആർട്ടിക്കിൾ 226 പഠിക്കുക. ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകൃതമായ വർഷം 1947 ഓഗസ്റ്റ് 29. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകൃതമായ വർഷം 1947 ഓഗസ്റ്റ് 29. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാ? ഡോക്ടർ BR അംബേദ്കർ ആണ്. ഭരണഘടനയുടെ കരട് രേഖ തയ്യാറാക്കുവാൻ ചുമതലപ്പെട്ടത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിക്കായിരുന്നു. പഠിച്ചോളെ, ഭരണഘടനയുടെ കരട് രേഖ തയ്യാറാക്കുവാൻ ചുമതലപ്പെട്ടത് ആർക്കായിരുന്നു? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിക്കായിരുന്നു. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങളുടെ എണ്ണം ചോദിച്ചാൽ 7. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങളുടെ എണ്ണം എത്രയായിരുന്നു? 7. ആരൊക്കെയാ അവര്? അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, N ഗോപാലസ്വാമി അയ്യങ്കാർ, BR അംബേദ്കർ, KM മുൻഷി, മുഹമ്മദ് സാദുള്ള, BL മിത്തല്, TP കെയ്ത്താനെ. പഠിച്ചോളെ, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങളുടെ എണ്ണം എത്രയായിരുന്നു? 7. ആരൊക്കെയാ വ്യക്തിത്വങ്ങള്? അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, N ഗോപാലസ്വാമി അയ്യങ്കാർ, BR അംബേദ്കർ, KM മുൻഷി, മുഹമ്മദ് സാദുള്ള, BL മിത്തൽ, TP കെയ്ത്താൻ. പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകൃതമായ വർഷം 1947 ഓഗസ്റ്റ് മാസം 29 ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. ഭരണഘടനയുടെ കരട് രേഖ തയ്യാറാക്കുവാൻ ചുമതലപ്പെട്ടത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങളുടെ എണ്ണം 7. ഏതൊക്കെയാണ് ആ വ്യക്തിത്വങ്ങൾ? അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, N ഗോപാലസ്വാമി അയ്യങ്കാർ, BR അംബേദ്കർ, KM മുൻഷി, മുഹമ്മദ് സാദുള്ള, BL മിത്തൽ, TP കെയ്ത്താൻ എന്നിവരെയാണ് പഠിക്കുക. ഇനി നമുക്ക് നോക്കാനുള്ളത് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി നിയമിച്ച പ്രധാന കമ്മിറ്റികളും അതിന്റെ ചെയർമാൻമാരുമാണ്. ശ്രദ്ധിക്കുക, പ്രധാന കമ്മിറ്റികളും അതിന്റെ ചെയർമാൻമാരും. അഡ്ഹോക്ക് കമ്മിറ്റി, സ്റ്റിയറിംഗ് കമ്മിറ്റി, ഫിനാൻസ് ആൻഡ് സ്റ്റാഫ് കമ്മിറ്റി. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. പഠിച്ചോളനെ, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അഡ്ഹോക്ക് കമ്മിറ്റി, സ്റ്റിയറിംഗ് കമ്മിറ്റി, ഫിനാൻസ് ആൻഡ് സ്റ്റാഫ് കമ്മിറ്റിയുടെയും ചെയർമാൻ ആയിരുന്ന വ്യക്തിത്വമാരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. മൗലിക അവകാശ കമ്മിറ്റി പ്രവിശ്യ ഭരണഘടനാ സമിതിയുടേതും സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നു. മൗലിക അവകാശ കമ്മിറ്റി പ്രവിശ്യ ഭരണഘടനാ സമിതിയുടെയും ചെയർമാൻ ആയിരുന്ന വ്യക്തിത്വമായിരുന്നു ചോദിച്ചാൽ അത് സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നു. ഹൗസ് കമ്മിറ്റി പട്ടാഭി സീതാരാമയ്യർ. ഹൗസ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? പട്ടാഭി സീതാരാമയ്യർ ആയിരുന്നു. യൂണിയൻ പവർ കമ്മിറ്റി, യൂണിയൻ ഭരണഘടനാ സമിതി, സംസ്ഥാന കമ്മിറ്റി എന്നിവയുടെ ചെയർമാൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. യൂണിയൻ പവർ കമ്മിറ്റി, യൂണിയൻ ഭരണഘടനാ സമിതി, സംസ്ഥാന കമ്മിറ്റി എന്നിവരുടെ ചെയർമാൻ ഏതായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ. അഡ്ഹോക്ക് കമ്മിറ്റി, സ്റ്റിയറിംഗ് കമ്മിറ്റി, ഫിനാൻസ് കമ്മിറ്റി, ഫിനാൻസ് ആൻഡ് സ്റ്റാഫ് കമ്മിറ്റി എന്നിവയുടെ ചെയർമാൻ ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. മൗലിക അവകാശ കമ്മിറ്റി പ്രവിശ്യ ഭരണഘടനാ സമിതി സർദാർ വല്ലഭായ് പട്ടേൽ.
ഹൗസ് കമ്മിറ്റി പട്ടാഭി സീതാരാമയ്യർ, യൂണിയൻ പവർ കമ്മിറ്റി, യൂണിയൻ ഭരണഘടനാ സമിതി, സംസ്ഥാന കമ്മിറ്റി ജവഹർലാൽ നെഹ്റു ആണ് പഠിക്കുക. 9ാമത്തെ ചോദ്യം, ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഇന്ത്യയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം നമ്മുടെ സ്വന്തം ഇന്ത്യയാണ്. ഒരു ജനാധിപത്യ രാജ്യത്തിലെ അടിസ്ഥാന നിയമസംഹിത എന്നറിയപ്പെടുന്നത് ഭരണഘടന. ഇങ്ങനെ തന്നെ PSC ചോദിച്ചിട്ടുണ്ട്. ഒരു ജനാധിപത്യ രാജ്യത്തിലെ അടിസ്ഥാന നിയമ സംഹിത എന്നറിയപ്പെടുന്നത് ഭരണഘടനയാണ്. ലോകത്തിലെ ഏറ്റവും ചെറിയ ഭരണഘടനയുള്ള രാജ്യം അമേരിക്കയാണ്. ലോകത്തിലെ ഏറ്റവും ചെറിയ ഭരണഘടനയുള്ള രാജ്യം അമേരിക്കയാണ്. ഏറ്റവും പഴക്കം ചെന്ന ലിഖിത ഭരണഘടനയുള്ള രാജ്യം അമേരിക്ക. ഏറ്റവും പഴക്കം ചെന്ന ലിഖിത ഭരണഘടനയുള്ള രാജ്യം ചോദിച്ചാൽ അതും അമേരിക്കയാണ്. അലിഖിത ഭരണഘടനയുള്ള 2 രാജ്യങ്ങളാണ് ബ്രിട്ടനും ഇസ്രയേലും. ഇപ്പൊ അങ്ങോട്ട് ചോദിച്ചതേ ഉള്ളേ. അലിഖിത ഭരണഘടനയുള്ള 2 രാജ്യങ്ങൾ ഏതാണ്? ബ്രിട്ടനും ഇസ്രയേലുമാണ്. ഭരണഘടന എന്ന ആശയം ഉദയം ചെയ്ത രാജ്യം ബ്രിട്ടനാണ്. ഭരണഘടന എന്ന ആശയം ഉദയം ചെയ്ത രാജ്യം ബ്രിട്ടനാണ്. ലോകത്തിലെ ആദ്യത്തെ ജനാധിപത്യ രാജ്യം, ജനാധിപത്യത്തിന്റെ കളിത്തൊട്ടിൽ എന്നിങ്ങനെ അറിയപ്പെടുന്നത് ഗ്രീസ് ആണ്. പഠിച്ചോളണേ. ലോകത്തിലെ ആദ്യത്തെ ജനാധിപത്യ രാജ്യം എന്നും ജനാധിപത്യത്തിന്റെ കളിത്തൊട്ടിൽ എന്നിങ്ങനെ അറിയപ്പെടുന്ന രാജ്യം ഗ്രീസ് ആണ്. ആധുനിക ജനാധിപത്യത്തിന്റെ നാട് ബ്രിട്ടൻ ആണ്. ആധുനിക ജനാധിപത്യത്തിന്റെ നാട് ഏതാണ്? ബ്രിട്ടൻ ആണ്. പ്രത്യക്ഷ ജനാധിപത്യത്തിന്റെ ആലയം എന്നറിയപ്പെടുന്നത് സ്വിറ്റ്സർലൻഡ് ആണ്. പഠിച്ചോളണേ. പ്രത്യക്ഷ ജനാധിപത്യത്തിന്റെ ആലയം എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? അത് സ്വിറ്റ്സർലൻഡ് ആണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ അടിസ്ഥാന നിയമസംഹിത എന്നറിയപ്പെടുന്നത് ഭരണഘടന. ലോകത്തിലെ ഏറ്റവും ചെറിയ ഭരണഘടനയുള്ള രാജ്യം അമേരിക്ക. ഏറ്റവും പഴക്കം ചെന്ന ലിഖിത ഭരണഘടനയുള്ള രാജ്യം അമേരിക്കയാണ്. അലിഖിത ഭരണഘടനയുള്ള 2 രാജ്യങ്ങൾ ബ്രിട്ടനും ഇസ്രയേലും. ഭരണഘടന എന്ന ആശയം ഉദയം ചെയ്ത രാജ്യം ബ്രിട്ടനാണ്. ലോകത്തിലെ ആദ്യത്തെ ജനാധിപത്യ രാജ്യം, ജനാധിപത്യത്തിന്റെ കളിത്തൊട്ടിൽ എന്നൊക്കെ അറിയപ്പെടുന്ന രാജ്യം എന്ന് ചോദിച്ചാൽ അത് ഗ്രീസ് ആണ്. ആധുനിക ജനാധിപത്യത്തിന്റെ നാട് എന്നറിയപ്പെടുന്നത് ബ്രിട്ടനാണ്. പ്രത്യക്ഷ ജനാധിപത്യത്തിന്റെ ആലയം എന്നറിയപ്പെടുന്ന രാജ്യം സ്വിറ്റ്സർലൻഡ് ആണ്. പഠിക്കുക. 10ാമത്തെ ചോദ്യം, ഭരണഘടനയുടെ ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, മൗലിക അവകാശങ്ങളാണ് കേട്ടോ. ഭരണഘടനയുടെ ആമുഖത്തില് സൂചിപ്പിച്ചിട്ടുള്ള അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മൗലിക അവകാശങ്ങളാണ്. നമുക്ക് നോക്കാം ആമുഖം. ഇന്ത്യൻ ഭരണഘടനയുടെ മനസാക്ഷി എന്നറിയപ്പെടുന്നത് ആമുഖമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ മനസാക്ഷി എന്നറിയപ്പെടുന്നത് ആരാ? ആമുഖമാണ്. ആമുഖം എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്നത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും. തെറ്റിപ്പോവല്ലേ. ആമുഖം എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും. ആമുഖപ്രകാരം ഇന്ത്യ എന്ന് പറയുന്നത് ഒരു പരമാധികാര, സ്ഥിതി സമത്വ, മതേതരത്വ, ജനകീയ റിപ്പബ്ലിക്കാണ്. ഇങ്ങനെ തന്നെ പഠിച്ചു വെച്ചോളണേ. ഇമ്പോർട്ടന്റ് ആണ്. ആമുഖപ്രകാരം ഇന്ത്യ എന്ന് പറയുന്നത് ഒരു പരമാധികാര, സ്ഥിതി സമത്വ, മതേതരത്വ, ജനകീയ റിപ്പബ്ലിക്കാണ്. വീണ്ടും പറയുന്നു, ആമുഖപ്രകാരം ഇന്ത്യ എന്താണ്? ഒരു പരമാധികാര, സ്ഥിതി സമത്വ, മതേതരത്വ, ജനകീയ റിപ്പബ്ലിക്കാണ്. ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി ജവഹർലാൽ നെഹ്റു. ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാ? ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമായി മാറിയത് ലക്ഷ്യപ്രമേയമായിരുന്നു. ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് 1946 ഡിസംബർ 13. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമായി മാറിയത് ലക്ഷ്യപ്രമേയമായിരുന്നു. ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കപ്പെട്ട വർഷം 1946 ഡിസംബർ മാസം 13 ആയിരുന്നു. ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ച വ്യക്തിയാരെന്ന് ചോദിച്ചാൽ അത് ജവഹർലാൽ നെഹ്റു ആണ്. ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ച വ്യക്തിത്വമാരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ലക്ഷ്യപ്രമേയം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമായി മാറിയത് 1947 ജനുവരി 22. ലക്ഷ്യപ്രമേയം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമായി മാറിയതെന്ന 1947 ജനുവരി മാസം 22. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഇന്ത്യൻ ഭരണഘടനയുടെ മനസാക്ഷി എന്നറിയപ്പെടുന്നത് ആമുഖം. ആമുഖം എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്നത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും. ആമുഖപ്രകാരം ഇന്ത്യ എന്ന് പറയുന്നത് ഒരു പരമാധികാര, സ്ഥിതി സമത്വ, മതേതരത്വ, ജനകീയ റിപ്പബ്ലിക്കാണ്. ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമായി മാറിയത് ലക്ഷ്യപ്രമേയമാണ്. ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കപ്പെട്ടത് 1946 ഡിസംബർ മാസം 13. ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ച വ്യക്തി ജവഹർലാൽ നെഹ്റു ആണ്. ലക്ഷ്യപ്രമേയം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമായി മാറിയത് 1947 ജനുവരി മാസം 22 ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ
ആമുഖം ആരംഭിക്കുന്നത് നാം ഇന്ത്യയിലെ ജനങ്ങൾ എന്ന് ആരംഭിച്ചാണ്. ഇന്ത്യയിലെ ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കുന്നത് എങ്ങനെയാ? നാം ഇന്ത്യയിലെ ജനങ്ങൾ എന്നാണ്. ആമുഖത്തെ ഭേദഗതി ചെയ്ത ഭരണഘടനാ ഭേദഗതി 42ാം ഭരണഘടനാ ഭേദഗതി 1976 പഠിച്ചോളനെ. ആമുഖത്തെ ഭേദഗതി ചെയ്ത ഭരണഘടനാ ഭേദഗതി എന്നറിയപ്പെടുന്നത് 42ാം ഭരണഘടനാ ഭേദഗതി വർഷം 1976. ഇനി നമുക്ക് നോക്കാനുള്ളത് ഭരണഘടനയുടെ ആമുഖവും വിശേഷണവുമാണ്. ഭരണഘടനയുടെ ആമുഖത്തെ തിരിച്ചറിയൽ കാർഡ് എന്ന് അഭിപ്രായപ്പെട്ടത് എൻ പൽക്കിവാല. പഠിച്ചോളനെ. ഭരണഘടനയുടെ ആമുഖത്തെ തിരിച്ചറിയൽ കാർഡ് എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിത്വമാരാണ്? എൻ പൽക്കിവാലയാണ്. ഭരണഘടനയുടെ ആമുഖം ഭരണഘടനയുടെ താക്കോലാണ് എന്ന് വിശേഷിപ്പിച്ചത് ഏണസ്റ്റ് ബാർക്കർ ആണ്. ഭരണഘടനയുടെ ആമുഖം ഭരണഘടനയുടെ താക്കോൽ എന്ന് വിശേഷിപ്പിച്ചത് ആരാ? ഏണസ്റ്റ് ബാർക്കർ ആണ്. ഭരണഘടനയുടെ ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത് KM മുൻഷിയാണ്. ഭരണഘടനയുടെ ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത് KM മുൻഷിയാണ്. ഭരണഘടന ആമുഖത്തെ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത് ഠാക്കൂർ ദാസ് ഭാർഗവാണ്. ആരാണ്? ഠാക്കൂർ ദാസ് ഭാർഗവാണ്. ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ പോയിന്റും PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. ഒറ്റ പോയിന്റ് പോലും നമുക്ക് കളയാനില്ല. ഭരണഘടനയുടെ ആമുഖവും വിശേഷണവുമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഭരണഘടനയുടെ ആമുഖം തിരിച്ചറിയൽ കാർഡ് എന്ന് അഭിപ്രായപ്പെട്ടത് എൻ പൽക്കിവാലയാണ്. ഭരണഘടനയുടെ ആമുഖത്തെ ഭരണഘടനയുടെ താക്കോൽ എന്ന് വിശേഷിപ്പിച്ചത് ഏണസ്റ്റ് ബാർക്കർ ആണ്. ഭരണഘടനയുടെ ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത് KM മുൻഷിയാണ്. ഭരണഘടനയുടെ ആമുഖത്തെ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത് ഠാക്കൂർ ദാസ് ഭാർഗവാണ്. പഠിക്കുക. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻഷുറൻസ് സ്കീം ആരംഭിച്ച ആദ്യ സംസ്ഥാനം എന്ന് ചോദിച്ചാൽ അത് നാഗാലാൻഡ് ആണ്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻഷുറൻസ് സ്കീം ആരംഭിക്കുന്ന ആദ്യ സംസ്ഥാനം ഏതാണ്? അത് നാഗാലാൻഡ് ആണ്. നാഗാലാൻഡ് ദുരന്ത നിവാരണ ഇൻഷുറൻസ് പദ്ധതിയുമായി സഹകരിക്കുന്ന ഇൻഷുറൻസ് കമ്പനി SBI ജനറൽ ഇൻഷുറൻസ് ആണ്. പഠിച്ചോളണം, ഇമ്പോർട്ടന്റ് ആണ്. നാഗാലാൻഡ് ദുരന്ത നിവാരണ ഇൻഷുറൻസ് പദ്ധതിയുമായി സഹകരിക്കുന്ന ഇൻഷുറൻസ് കമ്പനി ഏതാണ്? SBI ജനറൽ ഇൻഷുറൻസ് ആണ്. ദേശീയ ദുരന്ത നിവാരണ നിയമം നിലവിൽ വന്ന വർഷം 2005. ഇപ്പോഴും PSC പ്രീവിയസ് ആയി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യം പഠിക്കുക. ദേശീയ ദുരന്ത നിവാരണ നിയമം നിലവിൽ വന്ന വർഷം 2005 ആണ്. ദേശീയ ദുരന്ത നിവാരണ നിയമം ലോക്സഭ പാസാക്കിയ വർഷം 2005 നവംബർ 28. ദേശീയ ദുരന്ത നിവാരണ നിയമം ലോക്സഭ പാസാക്കിയ വർഷം 2005 നവംബർ 28. ദേശീയ ദുരന്ത നിവാരണ നിയമം രാജ്യസഭ പാസാക്കിയ വർഷം 2005 ഡിസംബർ 12. ദേശീയ ദുരന്ത നിവാരണ നിയമം രാജ്യസഭ പാസാക്കിയ വർഷം 2005 ഡിസംബർ 12. ദേശീയ ദുരന്ത നിവാരണ നിയമം പ്രസിഡന്റ് ഒപ്പുവെച്ച വർഷം 2006 ജനുവരി 9 ആണ്. പഠിച്ചോളനെ. ദേശീയ ദുരന്ത നിവാരണ നിയമം പ്രസിഡന്റ് ഒപ്പുവെച്ചത് 2006 ജനുവരി മാസം 9-ാം തീയതിയാണ്. ദേശീയ ദുരന്ത നിവാരണ നിയമം നിലവിൽ വരാൻ കാരണമായത് 2004 സുനാമിയാണ്. ഇമ്പോർട്ടന്റ് ആണ്. ദേശീയ ദുരന്ത നിവാരണ നിയമം നിലവിൽ വരാൻ കാരണം ചോദിച്ചാൽ 2004 സുനാമി ആയിരുന്നു. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ എപ്പോഴും പ്രധാനമന്ത്രിയായിരിക്കും. എക്സ് ഒഫീഷ്യോ പോസ്റ്റ് ആണ് കേട്ടോ. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ എപ്പോഴും പ്രധാനമന്ത്രിയായിരിക്കും. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആസ്ഥാനം ചോദിച്ചാൽ അത് ന്യൂഡൽഹിയാണ്. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആസ്ഥാനം എവിടെയാ സുഹൃത്തുക്കളെ? അത് ന്യൂഡൽഹിയാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. നാഗാലാൻഡ് ദുരന്ത നിവാരണ ഇൻഷുറൻസ് പദ്ധതിയുമായി സഹകരിക്കുന്ന ഇൻഷുറൻസ് കമ്പനി ഏതാണ്? SBI ജനറൽ ഇൻഷുറൻസ് ആണ്. ദേശീയ ദുരന്ത നിവാരണ നിയമം നിലവിൽ വന്നത് 2005. ദേശീയ ദുരന്ത നിവാരണ നിയമം ലോക്സഭ പാസാക്കിയ വർഷം 2005 നവംബർ 28. ദേശീയ ദുരന്ത നിവാരണ നിയമം രാജ്യസഭ പാസാക്കിയ വർഷം 2005 ഡിസംബർ 12 ആണ്. ദേശീയ ദുരന്ത നിവാരണ നിയമം പ്രസിഡന്റ് ഒപ്പുവെച്ചത് 2006 ജനുവരി 9. ദേശീയ ദുരന്ത നിവാരണ നിയമം നിലവിൽ വരാൻ കാരണം 2004 സുനാമി. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ അത് പ്രധാനമന്ത്രിയാണ്. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആസ്ഥാനം ചോദിച്ചാൽ ന്യൂഡൽഹിയാണ്. പഠിക്കുക. അടുത്തതായി നമുക്ക് നോക്കാനുള്ളതാണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. ഇതുകൂടെ പഠിച്ചു വെച്ചോളെ. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അഥവാ കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റിനെ കുറിച്ചുകൂടെ നമുക്ക് പഠിക്കാം. ഇന്ത്യയിൽ ആദ്യമായി ദുരന്ത നിവാരണ അതോറിറ്റി ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്. പഠിച്ചോളെ. ഇന്ത്യയിൽ ആദ്യമായിട്ട് ദുരന്ത നിവാരണ അതോറിറ്റി ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആസ്ഥാനം തിരുവനന്തപുരം. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. പഠിച്ചോളനെ. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആസ്ഥാനം ഏതോടെയാണ്? അത് തിരുവനന്തപുരം ജില്ലയിലാണ്. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വന്നത് 2007 മെയ് മാസം 4-ാം തീയതി. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വന്നത് എന്നാണ്? 2007 മെയ് മാസം 4-ാം തീയതിയാണ്. കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ അത് മുഖ്യമന്ത്രിയാണ്. മറന്നുപോവല്ലേ. കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ അത് മുഖ്യമന്ത്രിയാണ്.
ഇനി കേന്ദ്ര ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ ആണെന്ന് ചോദിച്ചാൽ അത് പ്രധാനമന്ത്രിയുമാണ്. കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അംഗങ്ങളുടെ എണ്ണം 10 ആണ്. ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചോളണേ. കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? 10 ആണ്. കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ എക്സ് അംഗങ്ങൾ ആരെന്ന് ചോദിച്ചാൽ ആഭ്യന്തര, വിജിലൻസ് മന്ത്രി, കൃഷി മന്ത്രി, റവന്യൂ അഡീഷണൽ സെക്രട്ടറി. ഇമ്പോർട്ടന്റ് ആണ്, PSC ഇപ്പൊ അങ്ങോട്ട് ചോദിച്ചതേ ഉള്ളേ. കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ എക്സ് അംഗങ്ങൾ ആരൊക്കെയാ? ആഭ്യന്തര, അതുപോലെ തന്നെ വിജിലൻസ് മന്ത്രി, കൃഷി മന്ത്രി, റവന്യൂ അഡീഷണൽ ചീഫ് സെക്രട്ടറി എന്നിവരാണ്. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ലോഗോ നിലവിൽ വന്നത് 2011 കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ലോഗോ നിലവിൽ വന്നത് എത്രയിലാണ്? 2011. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. ദുരന്ത നിവാരണ അതോറിറ്റി ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളം. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആസ്ഥാനം തിരുവനന്തപുരം ജില്ല. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വന്നത് 2007 മെയ് മാസം 4-ാം തീയതിയാണ്. കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ മുഖ്യമന്ത്രിയാണ്. കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അംഗങ്ങളുടെ എണ്ണം 10 ആണ്. കേരള ദുരന്ത നിവാരണ അതോറിറ്റി എക്സ് അംഗങ്ങൾ ആരൊക്കെയെന്ന് ചോദിച്ചാൽ ആഭ്യന്തര, അതുപോലെ വിജിലൻസ് മന്ത്രിയാണ്, കൃഷി മന്ത്രി, റവന്യൂ അഡീഷണൽ ചീഫ് സെക്രട്ടറി എന്നിവരാണ്. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ലോഗോ നിലവിൽ വന്നത് 2011 പഠിക്കുക. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളും അതുമായി ബന്ധപ്പെട്ട വകുപ്പുകളും ചുവടെ തന്നിരിക്കുന്നു. ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയായ ഉത്തരം എന്താണ്? 1ന്റെ ആൻസർ ഡി. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എത്രയാ? 19 മുതൽ 22 വരെയാണ്. 2C ആണ്. അതായത് സമത്വത്തിനുള്ള അവകാശം എത്രയാണ്? സമത്വത്തിനുള്ള അവകാശം 14 മുതൽ 18 വരെയാണ്. അതുപോലെ 3A ആണ്. 3 എന്ന് പറയുന്നത് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 25 മുതൽ 28 വരെയാണ്. 4B ആണ്. ചൂഷണത്തിനുള്ള അവകാശം എന്ന് പറയുന്നത് 23 മുതൽ 24 വരെയുള്ള വകുപ്പുകളാണ്. അപ്പൊ സുഹൃത്തുക്കള് ഇത് വ്യക്തമായിട്ട് പഠിക്കുക. മൗലിക അവകാശങ്ങൾ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമുക്ക് മൗലിക അവകാശങ്ങളെ പറ്റിയൊന്ന് പഠിക്കാം. മൗലിക അവകാശങ്ങൾ ഒരു രാജ്യത്തിന്റെ ഭരണഘടന ഓരോ പൗരനും ഉറപ്പു നൽകുന്ന ഒരു കൂട്ടം അവശ്യ സ്വാതന്ത്ര്യങ്ങളുടെയും അവകാശങ്ങളുടെയും കൂട്ടം അറിയപ്പെടുന്ന പേരാണ് മൗലിക അവകാശങ്ങൾ. പഠിച്ചോളനെ, ഒരു രാജ്യത്തിന്റെ ഭരണഘടന ഓരോ പൗരനും ഉറപ്പു നൽകുന്ന ഒരു കൂട്ടം അവശ്യ സ്വാതന്ത്ര്യങ്ങളുടെയും അവകാശങ്ങളുടെയും കൂട്ടം അറിയപ്പെടുന്ന പേരാണ് മൗലിക അവകാശങ്ങൾ. ഇന്ത്യൻ ഭരണഘടനയിൽ ഭാഗം 3-ലാണ് മൗലിക അവകാശങ്ങളെ പറ്റി പ്രതിപാദിച്ചിരിക്കുന്നത്. പഠിച്ചോളനെ, ഇന്ത്യൻ ഭരണഘടനയിലെ ഭാഗം 3-ലാണ് മൗലിക അവകാശങ്ങളെ പറ്റി പ്രതിപാദിച്ചിരിക്കുന്നത്. ഭരണഘടന ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ ഇന്ത്യയുടെ മൗലിക അവകാശങ്ങളെ പറ്റി പ്രതിപാദിക്കുന്നു. ഭരണഘടന ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ ഇന്ത്യയുടെ മൗലിക അവകാശങ്ങളെ പറ്റി പ്രതിപാദിക്കുന്നു. പ്രധാനമായും 6 മൗലിക അവകാശങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. പഠിച്ചോളനെ, പ്രധാനമായിട്ടും 6 മൗലിക അവകാശങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. മൗലിക അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്നത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും. പഠിച്ചോളനെ, മൗലിക അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാ? നമ്മുടെ അമേരിക്കൻ ഭരണഘടനയിൽ നിന്നുമാണ്. പഠിക്കുക. മൗലിക അവകാശങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. മൗലിക അവകാശങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാ? സർദാർ വല്ലഭായ് പട്ടേലാണ്. മൗലിക അവകാശങ്ങൾ നടപ്പിലാക്കാൻ ഒരു ഇന്ത്യൻ പൗരന് കോടതിയെ സമീപിക്കുവാൻ കഴിയും. ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചോളുക. മൗലിക അവകാശങ്ങൾ നടപ്പിലാക്കാൻ ഒരു ഇന്ത്യൻ പൗരന് കോടതിയെ സമീപിക്കുവാൻ കഴിയും. മൗലിക അവകാശങ്ങളുടെ സംരക്ഷണാർത്ഥം സുപ്രീം കോടതിയിലോ ഹൈക്കോടതിയിലോ നേരിട്ട് കേസുകൾ ഫയൽ ചെയ്യുവാൻ കഴിയും. മൗലിക അവകാശങ്ങളുടെ സംരക്ഷണാർത്ഥം സുപ്രീം കോടതിയിലോ ഹൈക്കോടതിയിലോ നേരിട്ട് കേസുകൾ ഫയൽ ചെയ്യുവാൻ കഴിയും. അടിയന്തരാവസ്ഥ കാലത്ത് മൗലിക അവകാശങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്നു. പഠിച്ചോളനെ, ഇമ്പോർട്ടന്റ് ആണ്. അടിയന്തരാവസ്ഥ കാലത്ത് മൗലിക അവകാശങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല്, ഇന്ത്യയുടെ മാഗ്ന കാർത്ത, സ്വാതന്ത്ര്യത്തിന്റെ വിളക്കുകൾ എന്നിങ്ങനെ വിശേഷണമുള്ള ഭരണഘടനാ ഭാഗം ഭാഗം 3 പഠിച്ചോളനെ, ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല്, ഇന്ത്യയുടെ മാഗ്ന കാർത്ത, സ്വാതന്ത്ര്യത്തിന്റെ വിളക്കുകൾ എന്നിങ്ങനെ വിശേഷണമുള്ള ഭരണഘടനാ ഭാഗം ഏതാണ്? ഭാഗം 3. നമുക്ക് ഇനി പ്രധാനപ്പെട്ട ആർട്ടിക്കിൾ ഒന്ന് നോക്കാം. സമത്വത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ. സമത്വത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 19 മുതൽ 22 വരെ. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 19 മുതൽ 22 വരെ. ചൂഷണത്തിനെതിരായ അവകാശം ആർട്ടിക്കിൾ 23 മുതൽ 24 വരെ. ചൂഷണ
സ്വാതന്ത്ര്യത്തിനെതിരായ അവകാശം ആർട്ടിക്കിൾ 23 മുതൽ 24 വരെ. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ ആർട്ടിക്കിൾ 29 മുതൽ 30 വരെ. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ ആർട്ടിക്കിൾ 29 മുതൽ 30 വരെ. ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശങ്ങൾ ആർട്ടിക്കിൾ 32നകത്ത്. ഭരണഘടനാപരമായിട്ടുള്ള പ്രതിവിധിക്കുള്ള അവകാശങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് ആർട്ടിക്കിൾ 32മാണ്. ആദ്യമായി നമുക്ക് നോക്കാനുള്ളത് സമത്വത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 14 മുതൽ ആർട്ടിക്കിൾ 18 വരെ. ആർട്ടിക്കിൾ 14 നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ്. ആർട്ടിക്കിൾ 14 എന്താ പറയുന്നത്? നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ്. ആർട്ടിക്കിൾ 15 മതം, വംശം, ജാതി, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ വിവേചനം പാടില്ല. ആർട്ടിക്കിൾ 15 എന്താ പറയുന്നത്? മതം, വംശം, ജാതി, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ വിവേചനം പാടില്ല. ആർട്ടിക്കിൾ 16 പൊതു നിയമങ്ങളിലെ അവസര സമത്വം ഉറപ്പുവരുത്തുന്നു. ആർട്ടിക്കിൾ 16 പൊതു നിയമങ്ങളിലെ അവസര സമത്വം ഉറപ്പുവരുത്തുന്നു. ആർട്ടിക്കിൾ 17 അയിത്ത നിർമാർജനം. ആർട്ടിക്കിൾ 17 എന്താണ്? അയിത്ത നിർമാർജനമാണ്. മഹാത്മാഗാന്ധി കീ ജയ് എന്ന മുദ്രാവാക്യത്തോടു കൂടി പാസാക്കിയ ആർട്ടിക്കിൾ 17 ആണ്. മഹാത്മാഗാന്ധി കീ ജയ് എന്ന മുദ്രാവാക്യത്തോടു കൂടി പാസാക്കിയ ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 17. ആർട്ടിക്കിൾ 18 അക്കാദമിക്, മിലിറ്ററി ഒഴികെ ബാക്കിയുള്ള മേഖലകളിലെ ബഹുമതികൾ നിർത്തലാക്കല്. പഠിച്ചോളണേ. ആർട്ടിക്കിൾ 18 എന്താണ്? അക്കാദമി, അതുപോലെ മിലിറ്ററി ഒഴികെ ബാക്കിയുള്ള മേഖലകളിലെ ബഹുമതികൾ നിർത്തലാക്കലുമാണ്. ആർട്ടിക്കിൾ 19 വ്യക്തി സ്വാതന്ത്ര്യങ്ങളും സ്വാതന്ത്ര്യ സംരക്ഷണവുമാണ് ഈ ആർട്ടിക്കിളിൽ പ്രധാനമായിട്ടും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആർട്ടിക്കിൾ 19 എന്താണ്? വ്യക്തി സ്വാതന്ത്ര്യങ്ങളും അതുപോലെ സ്വാതന്ത്ര്യ സംരക്ഷണവുമാണ് ഈ ആർട്ടിക്കിളിൽ പ്രധാനമായിട്ടും ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ആർട്ടിക്കിൾ 19 ക്ലോസ് എ അഭിപ്രായ സ്വാതന്ത്ര്യം. ആർട്ടിക്കിൾ 19 ക്ലോസ് എ എന്താണ്? അഭിപ്രായ സ്വാതന്ത്ര്യം. ആർട്ടിക്കിൾ 19 ക്ലോസ് ബി നിരായുധരായി സമാധാനപരമായും ഒത്തുചേരുവാനുള്ള സ്വാതന്ത്ര്യം. പൊതുയോഗങ്ങൾ, പ്രകടനങ്ങൾ, ഘോഷയാത്രകൾ എന്നിവ നടത്തുവാനുള്ള അവകാശം ഇതിൽ ഉൾപ്പെടുന്നു. എന്നാൽ സമരം ചെയ്യുവാനുള്ള അവകാശം ഇതിൽ ഉൾപ്പെടുന്നില്ല. പഠിച്ചോളണേ. ആർട്ടിക്കിൾ 19 ക്ലോസ് ബിയുടെ പ്രത്യേകത എന്താ? നിരായുധരായിട്ട് സമാധാനപരമായി ഒത്തുചേരുവാനുള്ള സ്വാതന്ത്ര്യം. ഇത് പൊതുയോഗങ്ങൾ, പ്രകടനങ്ങൾ, ഘോഷയാത്രകൾ എന്നിവ നടത്തുവാനുള്ള അവകാശം ഏതിലാ വരുന്നത്? ആർട്ടിക്കിൾ 19 ക്ലോസ് ബിയിലാണ്. എന്നാൽ ഇതിൽ എന്തുൾപ്പെടുന്നില്ല? സമരങ്ങൾ ചെയ്യുവാനുള്ള അവകാശം ഇതില് ഉൾപ്പെടുന്നില്ല. ആർട്ടിക്കിൾ 19 ക്ലോസ് സി പ്രസ്ഥാനങ്ങളും സംഘടനകളും രൂപീകരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം. അസോസിയേഷനുകൾ, യൂണിയനുകൾ, സഹകരണ സംഘങ്ങൾ എന്നിവ രൂപീകരിച്ചിരിക്കുന്നത് ആർട്ടിക്കിൾ 19 ക്ലോസ് സി പ്രകാരമാണ് കേട്ടോ. അപ്പോൾ ആർട്ടിക്കിൾ 19 ക്ലോസ് സി എന്താ പറയുന്നത്? പ്രസ്ഥാനങ്ങൾ, സംഘടനകൾ എന്നിവ രൂപീകരിക്കുന്നുള്ള സ്വാതന്ത്ര്യമാണ്. ഇത് പ്രകാരമാണ് അസോസിയേഷനുകൾ, യൂണിയനുകൾ, സഹകരണ സംഘങ്ങൾ എന്നിവ രൂപീകരിച്ചിരിക്കുന്നത്. ആർട്ടിക്കിൾ 19 ക്ലോസ് ഡി ആണ് ഇന്ത്യയിലുടനീളം സഞ്ചാരത്തിനുള്ള സ്വാതന്ത്ര്യം. ആർട്ടിക്കിൾ 19 ക്ലോസ് ഡി എന്താണ്? ഇന്ത്യയിലുടനീളം സഞ്ചാരത്തിനുള്ള സ്വാതന്ത്ര്യം. ആർട്ടിക്കിൾ 19 ക്ലോസ് ഇ ഇന്ത്യയിൽ എവിടെയും താമസിക്കുവാനുള്ള സ്വാതന്ത്ര്യം. ആർട്ടിക്കിൾ 19 ക്ലോസ് ഇ എന്താണ്? ഇന്ത്യയിൽ എവിടെയും താമസിക്കുവാനുള്ള സ്വാതന്ത്ര്യം. ആർട്ടിക്കിൾ 19 ക്ലോസ് ജി ആണ് ഇഷ്ടമുള്ള ജോലി ചെയ്യുന്നതിനും സ്വന്തമായി വ്യവസായം, കച്ചവടം എന്നിവ തുടങ്ങുന്നതിനുമുള്ള സ്വാതന്ത്ര്യം. ആർട്ടിക്കിൾ 19 ക്ലോസ് ജി എന്താണ്? ഇഷ്ടമുള്ള ജോലി ചെയ്യുന്നതിനും സ്വതന്ത്രമായി വ്യവസായം, കച്ചവടം തുടങ്ങിയ തുടങ്ങുന്നതിനുമുള്ള സ്വാതന്ത്ര്യം പഠിക്കുക. ആർട്ടിക്കിൾ 19F ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 19F എന്നുള്ളത്. സ്വത്ത് സമ്പാദിക്കുവാനും കൈവശം വയ്ക്കുവാനും വിനിയോഗിക്കുവാനുമുള്ള അവകാശമായിരുന്നു ആർട്ടിക്കിൾ 19F ഉണ്ടായിരുന്നത്. അതിന്റെ അർത്ഥം ഇപ്പോ ആർട്ടിക്കിൾ 19F ഇല്ല എന്നാണ് കേട്ടോ. അപ്പോൾ ആർട്ടിക്കിൾ 19F എന്താ പറഞ്ഞിരുന്നത്? സ്വത്ത് സമ്പാദിക്കാനും കൈവശം വയ്ക്കുവാനും വിനിയോഗിക്കുവാനുമുള്ള അവകാശമായിരുന്നു ആർട്ടിക്കിൾ 19F പറഞ്ഞിരുന്നത്. എന്നാൽ 1978 44 ഭേദഗതി പ്രകാരം മൗലിക അവകാശങ്ങളിൽ നിന്നും സ്വത്തവകാശം നീക്കം ചെയ്യപ്പെട്ടു. ഇമ്പോർട്ടന്റ് ആണ്. 1978 44 ഭേദഗതി നിയമപ്രകാരം മൗലിക അവകാശങ്ങളിൽ നിന്നും സ്വത്തവകാശം നീക്കം ചെയ്യപ്പെട്ടു. ഇപ്പോൾ സ്വത്തവകാശം നിയമപരമായ ഒരു അവകാശം മാത്രമാണ്. ഏറ്റവും കൂടുതൽ PSC പ്രീവിയസ് ആയി ചോദിച്ച ചോദ്യം. ഇപ്പോൾ സ്വത്തവകാശം നിയമപരമായ ഒരു അവകാശം മാത്രമാണ്. സ്വത്തവകാശം 12ാം ഭാഗത്തിൽ 300A ആർട്ടിക്കിളിൽ കൂട്ടിച്ചേർത്തിരിക്കുന്നു. സ്വത്തവകാശം ഇപ്പോ 12ാം ഭാഗത്തിലെ 300A ആർട്ടിക്കിളിൽ കൂട്ടിച്ചേർത്തിരിക്കപ്പെട്ടിരിക്കുന്നു. വിദേശിക കടന്നുകയറ്റമോ
യുദ്ധമുണ്ടാകുന്ന സാഹചര്യങ്ങളിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ ആർട്ടിക്കിൾ 19 നിരോധിക്കുവാൻ കഴിയും. ഇമ്പോർട്ടന്റ് ആണ്, കാരണം നമ്മൾ കോവിഡ് വന്നപ്പോഴൊക്കെ നമ്മൾ ഒരുപാട് അനുഭവിച്ചതാണ്. ഈ ആർട്ടിക്കിൾ 19 നിരോധിച്ചതോടുകൂടി വൈദേശിക കടന്നുകയറ്റം അല്ലെങ്കിൽ വിദേശിക കടന്നുകയറ്റമോ യുദ്ധമോ ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ ആർട്ടിക്കിൾ 19 നിരോധിക്കുവാൻ കഴിയും. നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലും ആർട്ടിക്കിൾ 19 ഒരിക്കൽ നിരോധിച്ചിരുന്നു എന്നാണ്. കോവിഡ് സമയത്തായിരുന്നു ആർട്ടിക്കിൾ 19 നിരോധനം. ആർട്ടിക്കിൾ 20 കുറ്റങ്ങൾ ആരോപിക്കുന്നതിനെ സംബന്ധിച്ചുള്ള സംരക്ഷണമാണ് ആർട്ടിക്കിൾ 20 പറയുന്നത്. ആർട്ടിക്കിൾ 20 എന്താ പറഞ്ഞിരിക്കുന്നത്? കുറ്റങ്ങൾ സ്ഥാപിക്കുന്നത് സംബന്ധിച്ചുള്ള സംരക്ഷണം. മുൻകാല പ്രാബല്യത്തോടെ ക്രിമിനൽ നിയമങ്ങൾ പാസാക്കാൻ പാടില്ല. മുൻകാല പ്രാബല്യത്തോടെ ക്രിമിനൽ നിയമങ്ങൾ പാസാക്കാൻ പാടില്ല. ഒരു കുറ്റത്തിന് ഒരു വ്യക്തിയെ ഒന്നിലധികം തവണ ശിക്ഷിക്കാൻ പാടില്ല. ഒരു കുറ്റകൃത്യത്തിന് ഒരു വ്യക്തിയെ ഒന്നിലധികം തവണ ശിക്ഷിക്കാൻ പാടില്ല. ഒരു വ്യക്തിയെ അയാൾക്കെതിരെ തന്നെ തെളിവുകൾ നൽകാൻ പ്രേരിപ്പിക്കുവാൻ പാടില്ല. ഒരു വ്യക്തിയെ അയാൾക്കെതിരെ തന്നെ തെളിവുകൾ നൽകാൻ പ്രേരിപ്പിക്കാനും പാടില്ല. ഇത്രയുമാണ് ആർട്ടിക്കിൾ 20 പറയുന്നത്. ആർട്ടിക്കിൾ 21 ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം. ആർട്ടിക്കിൾ 21 ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശമാണ്. മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്ന വകുപ്പ് ആർട്ടിക്കിൾ 21 പഠിച്ചോളനെ. മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്ന വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 21. അപ്പോ മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്ന വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 21. പൊതുസ്ഥലങ്ങളിൽ പുകവലി നിരോധിച്ച ഭരണഘടനയുടെ 21 വകുപ്പിന്റെ അടിസ്ഥാനത്തിലാണ് പഠിച്ചോളനെ. പൊതുസ്ഥലങ്ങളിൽ പുകവലി നിരോധിച്ചത് ഭരണഘടനയുടെ 21 വകുപ്പിന്റെ അടിസ്ഥാനത്തിലാണ്. ഒരു പൗരന് സ്വന്തം ഇഷ്ടാനുസരണം ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം നൽകുന്ന അനുച്ഛേദം ആർട്ടിക്കിൾ 21 പഠിച്ചോളനെ. ഇമ്പോർട്ടന്റ് ആണ്. ഒരു പൗരന് സ്വന്തം ഇഷ്ടാനുസരണം ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം നൽകുന്ന അനുച്ഛേദം ആർട്ടിക്കിൾ 21. സ്വകാര്യതയ്ക്കുള്ള അവകാശം ഉൾപ്പെടുന്ന അനുച്ഛേദം ആർട്ടിക്കിൾ 21 പഠിച്ചോളനെ. സ്വകാര്യതയ്ക്കുള്ള അവകാശം ഉൾപ്പെടുന്ന അനുച്ഛേദം ഏതാണ്? ആർട്ടിക്കിൾ 21 പഠിക്കും. ആർട്ടിക്കിൾ 21A 6-നും 14-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് സാർവത്രികമായി വിദ്യാഭ്യാസം ഉറപ്പുവരുത്തണം. ആർട്ടിക്കിൾ 21A PSC ഒരുപാട് തവണ പ്രീവിയസ് ആയി ചോദിച്ചതാണ്. എന്താ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്? 6-നും 14-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് സാർവത്രികമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തണം. വിദ്യാഭ്യാസത്തെ മൗലിക അവകാശമാക്കിയ ഭരണഘടനാ ഭേദഗതി 86-ാം ഭരണഘടനാ ഭേദഗതി 2002. വിദ്യാഭ്യാസത്തെ മൗലിക അവകാശമാക്കിയ ഭരണഘടനാ ഭേദഗതി 86-ാം ഭരണഘടനാ ഭേദഗതി 2002 പാർലമെന്റ് വിദ്യാഭ്യാസ അവകാശം നിയമം പാസാക്കിയ വർഷം 2009 ഓഗസ്റ്റ് 26. പാർലമെന്റ് വിദ്യാഭ്യാസ അവകാശ നിയമം പാസാക്കിയ വർഷം 2009 ഓഗസ്റ്റ് മാസം 26 ആയിരുന്നു. പാർലമെന്റ് പാസാക്കിയ വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1 പഠിച്ചോളനെ. പാർലമെന്റ് പാസാക്കിയ വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1 അടിയന്തരാവസ്ഥ സമയങ്ങളിൽ പോലും റദ്ദു ചെയ്യാൻ കഴിയാത്ത ആർട്ടിക്കിൾ എന്നറിയപ്പെടുന്നത് ആർട്ടിക്കിൾ 21 പഠിച്ചോളനെ. ഇമ്പോർട്ടന്റ് ആണ്. അടിയന്തരാവസ്ഥ സമയങ്ങളിൽ പോലും റദ്ദു ചെയ്യാൻ കഴിയാത്ത ആർട്ടിക്കിൾ എന്നറിയപ്പെടുന്നത് ആർട്ടിക്കിൾ 21 സ്വകാര്യതയ്ക്കുള്ള അവകാശം മൗലിക അവകാശമാണ് എന്ന് സുപ്രീം കോടതി വിധിച്ച പ്രസ്താവന KS പുട്ടുസ്വാമി കേസ് 2017. ഇമ്പോർട്ടന്റ് ആണ്. സ്വകാര്യതയ്ക്കുള്ള അവകാശം മൗലിക അവകാശമാണ് എന്ന് സുപ്രീം കോടതി വിധിച്ച പ്രസ്താവന KS പുട്ടുസ്വാമി കേസ് 2017. അടിയന്തരാവസ്ഥ സമയങ്ങളിൽ പോലും റദ്ദു ചെയ്യാൻ കഴിയാത്ത ആർട്ടിക്കിൾ എന്നറിയപ്പെടുന്നത് ആർട്ടിക്കിൾ 20-ഉം 21-ഉമാണ് പഠിച്ചോളുക. അടിയന്തരാവസ്ഥ സമയങ്ങളിൽ പോലും റദ്ദു ചെയ്യാൻ കഴിയാത്ത ആർട്ടിക്കിൾ എന്നറിയപ്പെടുന്നത് ആർട്ടിക്കിൾ 20-ഉം 21-ഉമാണ്. ഭരണഘടനയുടെ സുവർണ ത്രികോണം എന്നറിയപ്പെടുന്ന അനുച്ഛേദങ്ങളാണ് ആർട്ടിക്കിൾ 14, 19, 21 പഠിച്ചോളനെ. ഇന്ത്യൻ ഭരണഘടനയുടെ സുവർണ ത്രികോണം എന്നറിയപ്പെടുന്ന അനുച്ഛേദങ്ങളാണ് അല്ലെങ്കിൽ ആർട്ടിക്കിളുകളാണ് ആർട്ടിക്കിൾ 14, 19, 21 എന്നിവ. അടുത്തതായി നമുക്ക് നോക്കാനുള്ളതാണ് ആർട്ടിക്കിൾ 22. എന്താണ് ആർട്ടിക്കിൾ 22? അറസ്റ്റിനും തടങ്കലിൽ വെക്കുന്നതിനും എതിരായുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 22 പ്രധാനമായും പറയുന്നത്. ഒരു വ്യക്തിയെ വിചാരണ കൂടാതെ പരമാവധി 3 മാസം വരെ തടവിൽ വെക്കുവാൻ കഴിയും. ഒരു വ്യക്തിയെ വിചാരണ കൂടാതെ പരമാവധി 3 മാസം വരെ തടവിൽ വെക്കുവാൻ കഴിയും. അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരാളെ എത്ര മണിക്കൂറിനകം കോടതിയിൽ ഹാജരാക്കണമെന്ന് ചോദിച്ചാൽ 24 മണിക്കൂറിനകം. അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരാളെ എത്ര മണിക്കൂറിനകം കോടതിയിൽ ഹാജരാക്കണമെന്ന് ചോദിച്ചാൽ 24 മണിക്കൂറിനുള്ളിൽ. കരുതൽ തടങ്കൽ നിയമപ്രകാരം അറസ്റ്റിലായ ആദ്യത്തെ വ്യക്തി AK ഗോപാലനാണ്. കരുതൽ തടങ്കൽ നിയമപ്രകാരം അറസ്റ്റിലായ ആദ്യത്തെ വ്യക്തി ആരാണ്? AK ഗോപാലനാണ്. ആർട്ടിക്കിൾ 23 മുതൽ 24 വരെ ചൂഷണത്തിനെതിരെയുള്ള അവകാശം. ആർട്ടിക്കിൾ 23 മുതൽ 24 വരെ എന്താണ്? ചൂഷണത്തിനെതിരെയുള്ള അവകാശമാണ്. ആർട്ടിക്കിൾ 23
നിർബന്ധമായി തൊഴിലെടുപ്പിക്കുന്നതിനെയും അടിമയാക്കുന്നതിനെതിരെയും മനുഷ്യക്കടത്തിനെതിരെയും നിരോധിച്ചുകൊണ്ടുള്ള ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 23. ആർട്ടിക്കിൾ 23 എന്താ പറയുന്നത്? നിർബന്ധിതമായി തൊഴിലെടുപ്പിക്കുന്നതിനും അടിമയാക്കുന്നതിനെയും മനുഷ്യക്കടത്തിനും നിരോധിച്ചുകൊണ്ടുള്ള ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 23. ആർട്ടിക്കിൾ 24 ബാലവേല നിരോധിച്ചുകൊണ്ടുള്ള ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 24. ബാലവേല നിരോധിച്ചുകൊണ്ടുള്ള ആർട്ടിക്കിൾ ഏതാ? ആർട്ടിക്കിൾ 24 ആണ്. ബാലവേല ഉപയോഗിച്ചിട്ടില്ലാത്ത ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന മുദ്ര റെഗ് മാർക്ക്. ബാലവേല ഉപയോഗിച്ചിട്ടില്ലാത്ത ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന മുദ്രയാണ് റെഗ് മാർക്ക് മുദ്ര. റെഗ് മാർക്കിന്റെ പുതിയ പേര് ഗുഡ് വീവ് എന്നാണ്. റെഗ് മാർക്ക് എന്ന ആശയത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഇന്ത്യയിലെ നോബൽ സമ്മാന ജേതാവാരാണ്? കൈലാഷ് സത്യാർത്ഥിയാണ്. കൈലാഷ് സത്യാർത്ഥിക്ക് നൊബേൽ കിട്ടിയത് 2014 റെഗ് മാർക്ക് എന്ന ആശയത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഇന്ത്യൻ നൊബേൽ സമ്മാന ജേതാവ് ആരാ? കൈലാഷ് സത്യാർത്ഥിയായിരുന്നു. കൈലാഷ് സത്യാർത്ഥിക്ക് നൊബേൽ കിട്ടിയ വർഷം എത്രയാ? 2014. കൂടെ ആർക്കാ ലഭിച്ചത് നൊബേൽ? വേറെ ആർക്കുമല്ല, മലാല യൂസഫ് ഷായിക്കാണ്. അത് നമുക്കറിയാം. ലോക ബാലവേല വിരുദ്ധ ദിനം ജൂൺ 12. പഠിച്ചോളനെ. ലോക ബാലവേല വിരുദ്ധ ദിനം ജൂൺ 12 ആണ്. ഇത് PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചോളുക. ലോക ബാലവേല വിരുദ്ധ ദിനം എന്നാണ് ജൂൺ മാസം 12. ആർട്ടിക്കിൾ 25 മുതൽ 28 വരെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആർട്ടിക്കിൾ 25 മതം പ്രചരിപ്പിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനുമുള്ള അവകാശം. ആർട്ടിക്കിൾ 25 മതം പ്രചരിപ്പിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനുമുള്ള അവകാശം. ആർട്ടിക്കിൾ 26 മതപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും നിയന്ത്രിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യം. ആർട്ടിക്കിൾ 26 മതപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും നിയന്ത്രിക്കുന്നതിനുമുള്ള അവകാശം. ആർട്ടിക്കിൾ 27 മതസംഘടനകളെ നികുതി നൽകുന്നതിൽ നിന്നും ഒഴിവാക്കുന്നു. ആർട്ടിക്കിൾ 27 മതസംഘടനകളെ നികുതി നൽകുന്നതിൽ നിന്നും ഒഴിവാക്കുന്നു. ആർട്ടിക്കിൾ 28 ചില പ്രത്യേക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതപരമായ നിർദ്ദേശങ്ങളും മതപരമായ ആരാധനകളും നടപ്പിലാക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം. ആർട്ടിക്കിൾ 28 എന്താ പറയുന്നത്? ചില പ്രത്യേക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ മതപരമായ നിർദ്ദേശങ്ങളും മതപരമായ ആരാധനകളും നടപ്പിലാക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം. ഗവൺമെന്റ് നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മത ആചാരങ്ങൾ നടത്തുവാനോ മതാചാരങ്ങൾക്ക് നിർബന്ധിക്കുവാനോ പാടില്ല. ഇത് പരാമർശിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 28 തന്നെയാണ് കേട്ടോ, പഠിച്ചോളനെ. ഗവൺമെന്റ് നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മത ആചാരങ്ങൾ നടത്തുവാനോ മതാചാരങ്ങൾക്ക് നിർബന്ധിക്കുവാനോ പാടില്ല എന്ന് പരാമർശിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 28. ആർട്ടിക്കിൾ 29 മുതൽ 30 വരെ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശങ്ങളെ പറ്റിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആർട്ടിക്കിൾ 29 മുതൽ 30 വരെ എന്താണ്? സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായുള്ള അവകാശങ്ങൾ. ആർട്ടിക്കിൾ 29 ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ 29. ആർട്ടിക്കിൾ 29 എന്താണ്? ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ 29. ആർട്ടിക്കിൾ 30 ആണ് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനുമുള്ള അവകാശം ഉറപ്പു നൽകുന്ന വകുപ്പ്. ആർട്ടിക്കിൾ 30 എന്താണ്? ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനും നടത്തിപ്പിക്കുന്നതിനും അവകാശം ഉറപ്പു നൽകുന്ന വകുപ്പാണിത്. റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിന് ഹൈക്കോടതികൾക്ക് അധികാരം നൽകുന്ന ഭരണഘടനാ അനുച്ഛേദം അല്ലെങ്കിൽ ആർട്ടിക്കിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 226 ആണ് കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിന് ഹൈക്കോടതിക്ക്, അണ്ടർലൈൻ ചെയ്ത് പഠിക്കുക, ഹൈക്കോടതിക്ക് അധികാരം നൽകുന്ന ഭരണഘടന ആർട്ടിക്കിൾ അനുച്ഛേദം എന്ന് ചോദിച്ചാൽ അത് 226 ആണ്. സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്ന ആർട്ടിക്കിൾ അല്ലെങ്കിൽ അനുച്ഛേദം ചോദിച്ചാൽ ആർട്ടിക്കിൾ 32 ആണ്. ഇതാണ് നമ്മൾ എന്ത് പേരിൽ പഠിക്കുന്നത്? ഈ പറഞ്ഞിരിക്കുന്ന റിട്ട് ആർട്ടിക്കിൾ എന്ന് പഠിക്കുന്നത് 32 ആണ്. ഈ 32 പ്രകാരമാണ് സുപ്രീം കോടതി എന്ത് ചെയ്യുന്നത്? റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത്. എന്നാൽ ഹൈക്കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെന്താണ്? ആർട്ടിക്കിൾ 226 പ്രകാരം. റിട്ടുകളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ 5 എണ്ണം. റിട്ടുകളുടെ എണ്ണം എത്രയാ സുഹൃത്തുക്കളെ? 5 എണ്ണമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും PSC ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള റിട്ടാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്, ഹേബിയസ് കോർപ്പസ്. എന്താ ഹേബിയസ് കോർപ്പസ് എന്ന് വെച്ചാൽ നിയമവിധേയമല്ലാത്ത തടവിൽ വെച്ചിരിക്കുന്ന ഒരാളെ മോചിപ്പിക്കുന്നതിന് പുറപ്പെടുവിക്കുന്ന റിട്ട് അറിയപ്പെടുന്ന പേരാണ് ഹേബിയസ് കോർപ്പസ്. എന്താണ്? നിയമവിധേയമല്ലാത്ത തടവിൽ വെച്ചിരിക്കുന്ന ഒരാളെ മോചിപ്പിക്കുന്നതിനായി പുറപ്പെടുവിക്കുന്ന റിട്ട് അറിയപ്പെടുന്ന പേരാണ് ഹേബിയസ് കോർപ്പസ്. വ്യക്തി സ്വാതന്ത്ര്യത്തിന് സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് ഹേബിയസ് കോർപ്പസ് ആണ്. വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് ഹേബിയസ് കോർപ്പസ് ആണ്. നിങ്ങൾക്ക് ശരീരം ഏറ്റെടുക്കാം എന്ന അർത്ഥം വരുന്ന റിട്ട് എന്ന് ചോദിച്ചാൽ ഹേബിയസ് കോർപ്പസ്. ഇത് തന്നെയാണ് 100-ൽ കൂടുതൽ തവണ PSC ചോദിച്ച ചോദ്യം. നിങ്ങൾക്ക് ശരീരം ഏറ്റെടുക്കാം എന്ന അർത്ഥം വരുന്ന റിട്ട് എന്ന് ചോദിച്ചാൽ അത് ഹേബിയസ് കോർപ്പസ് ആണ്. ഇമ്പോർട്ടൻസ് കൊടുക്കുക. 100-ൽ കൂടുതൽ തവണ PSC ഇതിൽ എല്ലാ ചോദ്യവും ചോദിച്ചിട്ടുണ്ട്. ഹേബിയസ് കോർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമവിധേയമല്ലാതെ ഒരു വ്യക്തിയെ തടവിൽ വെച്ചിരിക്കുകയാണെങ്കിൽ അയാളെ മോചിപ്പിക്കുന്നതിനെ പുറപ്പെടുവിക്കുന്ന റിട്ട് അറിയപ്പെടുന്ന പേരാണ് ഹേബിയസ് കോർപ്പസ്. വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് ഹേബിയസ് കോർപ്പസ് ആണ്. നിങ്ങൾക്ക് ശരീരം
ഏറ്റെടുക്കാമെന്ന അർത്ഥം വരുന്ന റിട്ട് എന്ന് ചോദിച്ചാൽ ഹേബിയസ് കോർപ്പസ് ആണ്. അതുപോലെ തന്നെ റിട്ട് പുറപ്പെടുവിക്കാനുള്ള അവകാശം ഹൈക്കോടതികൾക്കും സുപ്രീം കോടതികൾക്കും മാത്രമേ ഉള്ളൂ. ഓർത്തു വെച്ചിരിക്കുക, റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം ആർക്കൊക്കെ മാത്രമേ ഉള്ളൂ സുഹൃത്തുക്കളെ? ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും മാത്രമേ ഉള്ളൂ. മാൻഡമസ് റിട്ട് അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്ന ആരാണ്? മാൻഡമസ് റിട്ട്. നാം കൽപ്പിക്കുന്നു എന്ന അർത്ഥം വരുന്ന റിട്ട് എന്ന് ചോദിച്ചാൽ അത് മാൻഡമസ് ആണ്. സ്വന്തം കർത്തവ്യം നിറവേറ്റാത്ത ഒരു ഉദ്യോഗസ്ഥനെയോ ഒരു പൊതുസ്ഥാപനത്തെയോ ശാസിച്ചുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് അറിയപ്പെടുന്ന പേരാണ് എന്ത്? മാൻഡമസ് എന്ന് പറയുന്നത്. മാൻഡമസ് എന്ന് വെച്ചാൽ അപ്പൊ എന്താണ് സുഹൃത്തുക്കളെ? നാം കൽപ്പിക്കുന്നു എന്നാണ് ഈ റിട്ടിന്റെ അർത്ഥം എന്ന് പറയുന്നത്. അത് മാത്രം PSC 100-ൽ കൂടുതൽ തവണ ചോദിച്ചിട്ടുണ്ട്. സ്വന്തം കർത്തവ്യം നിറവേറ്റാത്ത ഒരു ഉദ്യോഗസ്ഥനെയോ ഒരു പൊതുസ്ഥാപനത്തെയോ ശാസിച്ചുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് അറിയപ്പെടുന്ന പേരാണ് മാൻഡമസ് എന്നുള്ളത് ഓർത്തു വെച്ചിരിക്കുക. അടുത്തതായി പഠിക്കേണ്ടതാണ് പ്രൊഹിബിഷൻ എന്ന് പറയുന്ന റിട്ട്. പ്രൊഹിബിഷൻ റിട്ടിന്റെ പ്രത്യേകത എന്താ സുഹൃത്തുക്കളെ? ഒരു കീഴ്ക്കോടതി അതിന്റെ അധികാര പരിധി ലംഘിക്കുകയോ, ഞാൻ പറഞ്ഞത് ഒരു കീഴ്ക്കോടതി അതിന്റെ അധികാര പരിധി ലംഘിക്കുകയോ സ്വാഭാവിക നീതി നിയമങ്ങൾക്ക് എതിരായി പ്രവർത്തിക്കുകയോ ചെയ്യുകയാണ് എങ്കിൽ കീഴ്ക്കോടതിയെ ശാസിച്ചുകൊണ്ട് മേൽക്കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് അറിയപ്പെടുന്ന പേരാണ് പ്രൊഹിബിഷൻ റിട്ട് എന്ന് പറയുന്നത്. അതായത് ഒരു കീഴ്ക്കോടതി അതിന്റെ അധികാര പരിധിയിൽ നിന്നും പുറത്തുള്ള കാര്യത്തിൽ കയറി പ്രവർത്തിക്കുകയോ ഇല്ലെന്നുണ്ടെങ്കിൽ എന്താണ് സ്വാഭാവികമായിട്ടൊരു നീതി നിയമത്തിന് എതിരായിട്ട് പ്രവർത്തിക്കുന്നോ എന്ന് മേൽക്കോടതികൾക്ക് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പ്രവർത്തനം നിർത്തിവെച്ചുകൊണ്ടുള്ള മേൽക്കോടതിയുടെ ഉത്തരവിനെ അറിയപ്പെടുന്ന പേരാണ് പ്രൊഹിബിഷൻ റിട്ട് എന്ന് പറയുന്നത്. എന്ത് പേരിൽ അറിയപ്പെടുന്നത്? പ്രൊഹിബിഷൻ റിട്ട് എന്ന പേരിൽ അറിയപ്പെടുന്നു. കോവാറന്റോ റിട്ട്. എന്താണ് കോവാറന്റോ റിട്ട് എന്ന് പറയുന്നത്? ഒരു വ്യക്തിക്ക് അയാൾക്ക് അർഹമില്ലാത്ത ഉദ്യോഗം വഹിക്കുകയാണെങ്കിൽ ആ സമയത്ത് കോടതി ആ ഉദ്യോഗത്തിൽ നിന്നും അയാളെ പുറത്താക്കിക്കൊണ്ട് പുറപ്പെടുവിക്കുന്ന റിട്ട് അറിയപ്പെടുന്ന പേരാണ് കോവാറന്റോ റിട്ട്. അപ്പോ ഒരു വ്യക്തിക്ക് അയാൾക്ക് അർഹതയില്ലാത്ത ഉദ്യോഗം വഹിക്കുവാണെന്നുണ്ടെങ്കിൽ അത് തടയുന്ന റിട്ട് അറിയപ്പെടുന്ന പേരാണ് കോവാറന്റോ. കോവാറന്റോയുടെ അർത്ഥം എന്തെന്ന് ചോദിച്ചാൽ എന്തധികാരത്തിൽ. കോവാറന്റോ റിട്ടിന്റെ അർത്ഥം എന്താണ് സുഹൃത്തുക്കളെ? എന്തധികാരത്തിൽ എന്ന് എന്ത് ചെയ്യും? കോടതി ചോദിക്കും, മറക്കരുത്. അടുത്തതാണ് സെർഷ്യോററി റിട്ട്. എന്താണ് സെർഷ്യോററി റിട്ട് എന്തെന്ന് ചോദിച്ചാൽ ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്നും മേൽക്കോടതിയിലേക്ക് മാറ്റുന്നതിന് വേണ്ടി ഉത്തരവിടുന്ന റിട്ട് അറിയപ്പെടുന്ന പേരാണ് സെർഷ്യോററി റിട്ട് എന്ന് പറയുന്നത്. അതായത് ഒരുപാട് കേസുകളിൽ നമ്മൾ ഇത് കണ്ടിരിക്കും. ഒരു കീഴ്ക്കോടതിയിലുള്ള ഒരു കേസിനെ ഇപ്പോ ഹൈക്കോടതിയിലുള്ള ഒരു കേസിനെ സുപ്രീം കോടതിയിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ട് പുറപ്പെടുവിക്കുന്ന റിട്ട് അറിയപ്പെടുന്ന പേരാണ് സെർഷ്യോററി എന്ന് പറയുന്നത്. കീഴ്ക്കോടതിയിലുള്ള ഒരു കേസിനെ മേൽക്കോടതിയിലേക്ക് കൊണ്ടുപോകുന്ന റിട്ട് അറിയപ്പെടുന്ന പേരാണ് സെർഷ്യോററി റിട്ട്. ഒന്നുകൂടി പറയാൻ സുഹൃത്തുക്കളെ, ഈസിയാണ്. പ്രൊഹിബിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. കീഴ്ക്കോടതിയിലെ അധികാര പരിധി ലംഘിച്ചുകൊണ്ടോ അല്ലെങ്കിൽ സ്വാഭാവിക നീതി നിയമങ്ങൾക്ക് എതിരായിട്ട് ഒരു കീഴ്ക്കോടതി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ആ പ്രവർത്തനം നിർത്തിവെക്കുന്നതിന് വേണ്ടിയിട്ട് മേൽക്കോടതികൾ പുറപ്പെടുവിക്കുന്ന റിട്ട് അറിയപ്പെടുന്ന പേരാണ് പ്രൊഹിബിഷൻ. ഓക്കെയാണ്. കോവാറന്റോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയുള്ള അർത്ഥം എന്ത് അധികാരത്തിൽ എന്ന് കോടതി അങ്ങോട്ട് ചോദിക്കും. കോവാറന്റോ എന്ന് വെച്ചാൽ എന്താണ്? എന്ത് അധികാരത്തിൽ എന്ന് കോടതി ചോദിക്കും. ഒരു വ്യക്തി അയാൾക്ക് അർഹതയില്ലാത്ത ഉദ്യോഗം വഹിക്കുവാണെന്നുണ്ടെങ്കിൽ അത് തടയുന്ന റിട്ടാണ് കോവാറന്റോ റിട്ട്. കോവാറന്റോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോടതി എന്താ ചോദിക്കുന്നത്? നമ്മൾ ചോദിക്കും എന്ത് അധികാരത്തിൽ എന്ന് ചോദിക്കും, ഓർക്കുക. ഇനി സെർഷ്യോററി റിട്ട് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്നും മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ഉത്തരവിടുന്ന റിട്ടിനെ അറിയപ്പെടുന്ന പേരാണ് സെർഷ്യോററി റിട്ട് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ സാധാരണ ജില്ലാ കോടതികളിലോ മജിസ്ട്രേറ്റ് കോടതികളിലോ ഒക്കെ ഉള്ള ഒരു കേസ് വന്നു കഴിഞ്ഞാൽ ആ കേസ് എന്ത് ചെയ്യും? ഹൈക്കോടതിയിലേക്കോ സുപ്രീം കോടതിയിലേക്കോ മാറ്റുന്നതിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന റിട്ടാണ് എന്തെന്ന് പറയുന്നത്? സെർഷ്യോററി റിട്ട് എന്ന് പറയുന്നത്. എന്താ അതിന്റെ പേര്? സെർഷ്യോററി റിട്ട്. ഇത്രയുമായിരുന്നു നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത്. ഇത്ര നേരം ഈ വീഡിയോ കണ്ട സുഹൃത്തുക്കൾക്ക് നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടനോട് ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ സുഹൃത്തുക്കളെ നിങ്ങളിലെത്തുന്നതാണ്. സുഹൃത്തുക്കൾക്ക് നന്ദി, നമസ്കാരം. നല്ലൊരു ദിവസം നേരുന്നു.